ഇന്ന് നമ്മുടെ ഈ ക്ലാസ് നയിക്കുന്നത് ബഹുമാനപ്പെട്ട PMA ഗഫൂർ സാഹിബ് അവர்களാണ്. അദ്ദേഹത്തെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഒക്കെ തിളങ്ങി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഏതൊരാളും വളരെ സന്തോഷത്തോടെ അല്ലെങ്കിൽ സ്വീകാര്യതയോടെ ഏറ്റെടുക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് കേൾക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ചെമ്പഴ മസ്ജിദുൽ ഹിദായയുടെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിക്കുന്ന ഈ ക്ലാസ്സിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിക്കുകയാണ്. അതിലുപരിയായി പ്രത്യേകിച്ച് നമുക്ക് ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട PMA ഗഫൂർ സാഹിബ് അവர்கள், അദ്ദേഹത്തെ നമ്മുടെ മഹലിൻ്റെ പേരിലും നമ്മുടെ നാടിൻ്റെ പേരിലും പ്രത്യേകം സ്വാഗതം ആശംസിക്കുകയാണ്. അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Assalamualaikum. Bismillahirrahmanirrahim. Nusalli wa nusallimu ala nabiyyina Muhammadin wa alihi wa ashabihi. നടന്നേറെ തളർന്നു തെല്ലിരുന്നിളവേൽക്കവേ ഒരു കൊച്ചു സ്വപ്നം നുണഞ്ഞു. എന്തോ തേടി തേടാതെ എന്തോ നേടി, നേടാതെ എന്തോ കണ്ടു, കാണാതെ എന്തോ പാടി, പാടാതെ നടന്നു പോകുമീ യാത്ര എനിക്കിഷ്ടം. ONVയുടെ പഴയ ഒരു കവിത. എന്തോ തേടി തേടാതെ എന്തോ നേടി. ആഗ്രഹിച്ചതല്ല കിട്ടിയത്, ആഗ്രഹിച്ച സ്ഥലത്തല്ല എത്തിയത്, കൊതിച്ച കാര്യങ്ങളല്ല സംഭവിച്ചത്, മോഹിച്ചതൊന്നുമല്ല ജീവിതത്തിൽ ഉണ്ടായത്. എന്തോ തേടി തേടാതെ എന്തോ നേടി, നേടാതെ എന്തോ കണ്ടു, കാണാതെ എന്തോ പാടി, പാടാതെ നടന്നു പോകും ഈ യാത്ര എനിക്കിഷ്ടം. ആയുസ്സിനെ കുറിച്ചാണ്. 60, 70, 80 അതിൽ താഴെയോ കൂടുതലോ. ജനനം എന്നൊരു വാതിലിലൂടെ ഇങ്ങനെ വന്ന് മരണമെന്ന മറ്റൊരു വാതിലിലൂടെ തിരിച്ചു പോകുന്നതിന് മുമ്പ് കുറച്ച് ശ്വാസങ്ങൾ. ഭൂമിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജനിക്കും. ഭൂമിയിലെ ഏതെങ്കിലും ഒരു അറ്റത്ത് ജനിക്കും. എന്നിട്ട് കുറേ ഓടും, വേറെ ഒരറ്റത്ത് പോയിട്ട് മരിക്കും. തുച്ഛമായ മനുഷ്യൻ്റെ ആയുസ് ഓട്ടമാണ്. കുട്ടിക്കാലം എന്താണ് എന്ന് അറിയുന്നത് പോലും എപ്പോഴായിരിക്കും? അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും. LP സ്കൂൾ എത്ര രസമായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞത് ഹൈസ്കൂളിലെത്തിയപ്പോഴാണ്. ഹൈസ്കൂൾ എത്ര രസമായിരുന്നു എന്നറിഞ്ഞത് കോളേജിലെത്തിയപ്പോഴാണ്. കോളേജിൽ പഠിച്ച കാലം എന്ത് രസമായിരുന്നു എന്നറിഞ്ഞത് ഒരു ജോലി കിട്ടിയപ്പോഴാണ്. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നമ്മൾ ജീവിതം എന്താണ് എന്ന് പഠിക്കുകയാണ്. ജീവിതം പഠിക്കാനൊരു കാലവും അത് പ്രാക്ടീസ് ചെയ്യാൻ വേറൊരു കാലവും ഇല്ല. എല്ലാത്തിനും കൂടി ഒന്നേ ഉള്ളൂ. പരീക്ഷയ്ക്ക് പഠിക്കാനൊരു കാലം ഉണ്ടാവും, പരീക്ഷ എഴുതാൻ വേറൊരു കാലം ഉണ്ടാവും. പക്ഷെ ജീവിതത്തിൽ അങ്ങനെ ജീവിതം എന്താണെന്ന് പഠിക്കാൻ ഒരു കാലവും പിന്നെ അത് പയറ്റാനൊരു കാലവും ഇല്ല. ജീവിച്ചുകൊണ്ടാണ് പഠിക്കുന്നത്, പഠിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്, അല്ലേ? അപ്പൊ ആയുസ് പഠിച്ചോൻ തന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നമ്മളാരും ചോദിച്ചിട്ട് കിട്ടിയതല്ല, നമ്മൾ ആഗ്രഹിച്ച് കിട്ടിയതൊന്നുമല്ല. ആയുസ് പഠിച്ചോൻ തന്നതാണ്. ഇത് പഠിച്ചോനാണ് ഇതിൻ്റെ ഉടമ. ഏത് സമയത്തും അത് തിരിച്ചെടുക്കാൻ കഴിയുന്ന ആൾ.
നമ്മൾ ആത്മാവ് എന്ന് പറയും അല്ലേ? ആത്മാവ് അല്ലേ? ആത്മാവ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് മനുഷ്യൻ പണ്ടുകാലം മുതലേ ചർച്ച ചെയ്യുന്നുണ്ട്. ആത്മാവില്ല എന്ന് എഴുതിയ ഒരു മുഖ്യമന്ത്രി ഉണ്ട് നമുക്ക്. അദ്ദേഹം ആത്മാവില്ല എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ആത്മാവുണ്ടെന്ന് വിശ്വസിച്ചാൽ കുറേ പ്രശ്നമുണ്ട്. അതെവിടുന്ന് വന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ്. അതെവിടേക്കാണ് തിരിച്ചു പോകുക എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ്. ആത്മാവുണ്ട് എന്ന് പറയുന്നത് ഈസിയല്ല. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നു. ഒരു കുട്ടിയുടെ ഉമ്മ മരിച്ചു കിടക്കുന്നു. ഉമ്മ മരിച്ചു കിടക്കുമ്പോൾ ആ കുട്ടി ഉറക്കം വിളിച്ച് പറയുന്നത് എന്തായിരിക്കും? ഉമ്മ പോയി എന്നാണ് പറയുക. എൻ്റെ ഉമ്മ പോയി എന്നല്ലേ പറയാ? ഉമ്മ പോയിട്ടുണ്ടോ? ഉമ്മയല്ലേ കിടക്കുന്നത്. ഉമ്മൻ്റെ കണ്ണ്, ഉമ്മൻ്റെ മൂക്ക്, ഉമ്മൻ്റെ ചുണ്ട്, ഉമ്മൻ്റെ മുടികൾ, ഉമ്മയുടെ ശരീരം, ഉമ്മയുടെ കൈ, ഉമ്മയുടെ കാല്, ഉമ്മയല്ലേ അത്? പിന്നെ ആരാണ് പോയത്? ആരോ ഒരാൾ പോയിട്ടുണ്ട്. കൂടി നിൽക്കുന്ന കുടുംബങ്ങളൊന്നും അറിയാതെ ഒരാൾ സൂത്രത്തിൽ ആ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അടച്ചിട്ട ICU റൂമിൽ നിന്ന് ആരും അറിയാതെ, ഡോക്ടറോ നഴ്സോ ഒന്നും അറിയാതെ ആരോ ഒരാൾ ആ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അതാരാണ്? പടച്ചോൻ പറയുന്നത് ആ ഇറങ്ങിപ്പോകുന്ന ആളെ നല്ലോണം ശ്രദ്ധിച്ചോളൂ. അയാൾക്ക് മരണമില്ല, അയാൾക്ക് രോഗം വരില്ല, അയാളെ കൊല്ലാൻ കഴിയില്ല, അയാൾക്ക് ആദ്യവും ഇല്ല അവസാനവും ഇല്ല അല്ലേ? കാരണം അത് പഠിച്ചോരിൽ നിന്ന് വന്ന ആളാണ്. ശരീരത്തിന് ആദ്യമുണ്ട് അവസാനമുണ്ട്. ഇതിനെ കൊല്ലാൻ കഴിയും, ഇതിനെ മുറിവേൽപ്പിക്കാൻ കഴിയും, ഇതിനെ വേദനിപ്പിക്കാൻ കഴിയും, ഇതിന് പ്രായമാവും ശരീരത്തിന്. പക്ഷെ അതിൻ്റെ ഉള്ളിലൊരാളുണ്ട്, അയാൾക്ക് പറയുന്ന പേരാണ് ആത്മാവ്. അത് പഠിച്ചോനിൽ നിന്ന് വന്ന ഒരാളാണ്. ആത്മാവ് ശരീരത്തിലേക്ക് പ്രവേശിച്ചതിന് നമ്മൾ ജനനം എന്നും പറയും. ആത്മാവ് ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് മരണമെന്നും പറയും. ആ ഇറങ്ങിപ്പോകുന്ന ആളെ ശ്രദ്ധിക്കുന്നതിന് പറയുന്ന പേരാണ് ആത്മീയത. എന്നാൽ ആത്മാവിനെ ഒരാൾ ശ്രദ്ധിക്കുന്നതിൻ്റെ പേരാണ് സ്പിരിച്വാലിറ്റി, ആത്മീയത. ഇപ്പൊ പഠിച്ചു തന്നിട്ടുള്ള ആയുസ് എന്ന ഏറ്റവും വിലപ്പെട്ടതിനെ ഒരാൾ എങ്ങനെയാണ് മീനിങ് ഫുൾ ആക്കി മാറ്റുന്നത്? ആയുസ് കിട്ടിയ എല്ലാ മനുഷ്യന്മാരും ജീവിക്കും, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കും. പക്ഷെ ചില ആളുകൾ അർത്ഥപൂർണമായി ജീവിക്കും. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ലോകത്ത് എങ്ങനെയെങ്കിലുമൊക്കെ മനുഷ്യന്മാർ എക്സിസ്റ്റ് ചെയ്യും. ചില ആളുകൾ മീനിങ് ഫുള്ളായി എക്സിസ്റ്റ് ചെയ്യും. അതൊരു ജീവിതമായിരിക്കും. ജീവിച്ചു എന്ന് അയാൾക്ക് തന്നെ തോന്നും, ജീവിച്ചു എന്ന് മറ്റുള്ളവർക്കും തോന്നും. അങ്ങനെ ഒരു അടിപൊളി ജീവിതം ജീവിക്കും മനുഷ്യന്മാർ. അതെല്ലാവരും അങ്ങനെ ജീവിക്കില്ല. ചില ആൾക്കാർ എല്ലാവരും ജീവിക്കും, പക്ഷെ ചില ആളുകൾ അർത്ഥപൂർണമായി ജീവിക്കും. നമ്മളൊരു മരം ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ അതിൻ്റെ തൊലി ഇങ്ങനെ അടർന്നു പോകും, ചീഞ്ഞു പോകും അല്ലേ? പിന്നെ അതിൻ്റെ ഒരു വെളുത്ത ഭാഗം ഉണ്ടാവും. അതിനെന്താ നമ്മൾ പറയുക? ഒരു വെള്ള ഭാഗം അല്ലേ? തൊലി പോലെ തന്നെ ഉള്ളൊരു വെള്ള ഭാഗം. അതിങ്ങനെ പെട്ടെന്ന് പതുക്കെ ഇങ്ങനെ അഴുകിപ്പോവും, കേടുവന്നു പോകും. പക്ഷെ എത്ര കാലം കഴിഞ്ഞാലും മൂന്നാമത്തെ ഒരാൾ അവിടെ തന്നെ ഉണ്ടാവും. അത് കാതലായൊരു ഭാഗം, ഒരു കറുത്ത ഭാഗം ഉണ്ടാവും. നമ്മളതിന് കാതൽ തന്നെ വിളിക്കാം അല്ലേ? കാതലായ ഭാഗമാണ്. ഈ മൂന്ന് ഭാഗങ്ങളെ കുറിച്ച് വെറുതെ ഇങ്ങനെ ആലോചിച്ച് നോക്കൂ. ഒന്നതിൻ്റെ തൊലിയാണ്, ഒന്നതിൻ്റെ വെളുത്ത ഭാഗമാണ്, പിന്നെയോ മൂന്നാമത്തത് അതിൻ്റെ കാതലാണ്. ഈ ഒന്നാമത്തെ തൊലിയില്ലേ, അതാണ് നമ്മുടെ ബോഡി, നമ്മുടെ ശരീരം. രണ്ടാമത്തെ ആ വെളുത്ത ഭാഗമല്ലേ, അതാണ് നമുക്ക് ഈ ലോകത്തു നിന്ന് കിട്ടിയതെല്ലാം. മൂന്നാമത്തെ ആ കാതലായ ഭാഗമല്ലേ, അതെന്താണെന്നറിയോ? ലോകത്തു നിന്ന് കിട്ടിയ സാധനങ്ങൾ കൊണ്ട് നമ്മൾ എന്താണോ ചെയ്തത് അതാണ്. നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ടാവും, ആ പൈസ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു അതവിടെ ബാക്കിയോ? നമുക്ക് ശരീരം ആരോഗ്യം കിട്ടിയിട്ടുണ്ട്, ഈ ആരോഗ്യം എന്തിനു വേണ്ടി ഉപയോഗിച്ചു, യൂസ് ചെയ്തു? എന്തിനാണ് യൂസ് ചെയ്തത്?
ആ യൂസ് ചെയ്തത് എന്തിനാണോ അതവിടെ കിടക്കും അല്ലേ, ബാക്കിയൊക്കെ പോവും. ഇവിടെ എത്ര മനുഷ്യന്മാർ ജനിച്ച് ജീവിച്ച മണ്ണാണിത്. ഈ റോഡിലൂടെ എത്ര മനുഷ്യന്മാർ നടന്നു പോയിട്ടുണ്ട്. ഈ റോഡില്ലാത്ത കാലത്ത് ഇതിൽ എത്ര മനുഷ്യന്മാർ ജീവിച്ചിട്ടുണ്ടാവും. നമ്മൾ ഇന്നലെ കാസർഗോഡ് പോയതായിരുന്നു. അപ്പം അവിടെ മാലിക് ബിൻ ദീനാർ, ഇമാം മാലിക് ബിൻ ദീനാർ റഹ്മത്തുള്ളാഹിയുടെ പിന്നെ ഒരു പള്ളിയുണ്ട്. അദ്ദേഹം പണിത ഒരു പള്ളി, അദ്ദേഹത്തിൻ്റെ ഖബറൊക്കെ ഉണ്ട് അവിടെ. എത്ര വർഷമായി എന്നറിയാം, 700കളിലാണ് വന്ന്. 1700 വെറും 700. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് കേരളത്തിലേക്ക് വന്ന സ്വഹാബിയാണ് മാലിക് ബിൻ ദീനാർ റഹ്മത്തുള്ളാഹി എന്നാണ് ശരിക്കും ചരിത്രം പറയുന്നത്. ഒരു ചരിത്രം അങ്ങനെയല്ല, റസൂലുള്ളാഹിയുടെ കാലശേഷമാണ് എന്ന് പറയുന്ന ചരിത്രം ഉണ്ട്. അപ്പം എത്ര കാലമായിട്ടുള്ളൂ? അപ്പം ആ പള്ളിയിൽ ഇരുന്ന് ഇങ്ങനെ നിസ്കരിച്ചു 2 റക്അത്ത്. അപ്പം ഇങ്ങനെ ആലോചിച്ചതാണ്, എത്ര മനുഷ്യന്മാർ കടന്നുപോയ മണ്ണാണിത്, എത്ര മനുഷ്യന്മാർ സുജൂദ് ചെയ്ത ഒരു സ്ഥലമാണിത്, എത്ര മനുഷ്യർ കരഞ്ഞുകൊണ്ട് പടച്ചോനോട് വർത്താനം പറഞ്ഞ സ്ഥലമാണിത് അല്ലേ. മനുഷ്യരിങ്ങനെ കടന്നു പോകും, ഞാനും നിങ്ങളും കടന്നു പോകും. നമ്മളൊക്കെ വെറും ചരിത്രമായി മാറും. ആയുസ്സിനൊരു നിശ്ചലതയില്ല, മനുഷ്യരിങ്ങനെ കടന്നു പോകും അവസാന കാലം വരെ. ഇപ്പം നമ്മളാണ് ഈ ലോകത്തുള്ളത്, ശ്വസിച്ചുകൊണ്ട് ഇപ്പം നമ്മളുണ്ട്. ഇപ്പം നമ്മളുള്ള കാലമാണ്. നമ്മുടെ മോനിപ്പോൾ 14 വയസ്സ്, അവന് 9ാം ക്ലാസ്സിലാണ് പഠിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ എടുക്കാൻ ആലോചിക്കും, ഈ ഒരു കാലത്തെക്കുറിച്ച് കുറേ കാലം കഴിഞ്ഞിട്ട് നമ്മുടെ മോൻ എന്തായിരിക്കും പറയുക. കുറേ കാലം കഴിഞ്ഞ് അവൻ കല്യാണം കഴിച്ച് അവൻ്റെ കുട്ടികളോട് ഈ ഒരു 2024 കുറിച്ച് അവനിങ്ങനെ പറയുമ്പോൾ അവരൊരു വാക്ക് പറയും. അവൻ പറയും, അന്ന് വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒക്കെ നല്ല ചെറുപ്പമായിരുന്നു എന്ന് പറയും. അന്ന് വാപ്പയും ഉമ്മയൊക്കെ നല്ല ചെറുപ്പമായിരുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ കുട്ടികൾ അപ്പം ഞങ്ങളെ കാണുന്നത് എങ്ങനെയായിരിക്കും? വാർദ്ധക്യത്തിലായിരിക്കും, ആയുസ്സുണ്ടെങ്കിൽ. ആ കുട്ടിയുടെ ഓർമ്മയിൽ ഞങ്ങൾ വൃദ്ധരായ ആളുകളായിരിക്കും. നമ്മളൊക്കെ അങ്ങനെ തന്നെ അല്ലേ, ആയുസ് ഇങ്ങനെ കടന്നു പോവുക, ശരീരമൊക്കെ മാറും, പിന്നെ മുടിനാരികളുടെ നിറം മാറും, ശരീരത്തിൻ്റെ ഈ രൂപമൊക്കെ ഇങ്ങനെ പതുക്കെ മാറി 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 വീണ്ടും ഒരു പൈതലായി കുഞ്ഞിനെ പോലെയായി ഈ ലോകത്തുനിന്ന് പോകും. അത് ഈ ലോകത്തിൻ്റെ നിയമമാണ്, നമുക്ക് തടുക്കാനൊന്നും പറ്റുള്ളൂ. പക്ഷെ അതൊന്നുമല്ല കാര്യം. നമുക്ക് കിട്ടിയ ആയുസ്സിന് നമ്മളെങ്ങനെ യൂസ് ചെയ്തു എന്നുള്ളതാണ് കാര്യം. ചില ആളുകൾക്ക് ആരോഗ്യത്തിന് ബർക്കത്തുണ്ടാവും അല്ലേ, എല്ലാ ആൾക്കാർക്കും പൈസ കിട്ടും. ചില ആളുകൾക്ക് പൈസക്ക് ഒരു ബർക്കത്തുണ്ടാവും അല്ലേ. എല്ലാ ആളുകൾക്കും കുടുംബമല്ലേ, പക്ഷെ ചില ആളുകൾക്ക് കുടുംബത്തിലൊരു ബർക്കത്തുണ്ടാവും. അതെന്താണ് സംഭവം? അതെന്താ? അനുഗ്രഹം എല്ലാവർക്കും കിട്ടും, കിട്ടൂല്ലേ? പഠിച്ചോല്ലാന്ന് പറയുന്നവർക്ക് വരെ കിട്ടും. പക്ഷെ അനുഗ്രഹത്തിന് ഒരു അനുഗ്രഹമുണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. ബർക്കത്ത് എന്നത് നമുക്ക് മലയാളം പോലെ പരിചയമുള്ള ബ്ലെസ്സിങ് എന്ന് പറയാം, ഇംഗ്ലീഷിൽ ബ്ലെസ്സിങ്. അനുഗ്രഹമല്ല കേട്ടോ, അത് അനുഗ്രഹം എല്ലാവർക്കും കിട്ടും, റഹ്മത്ത് എല്ലാവർക്കും കിട്ടും. ചില ആളുകൾക്ക് അനുഗ്രഹങ്ങൾക്ക് ഒരനുഗ്രഹം കിട്ടും. ചെറിയ ശമ്പളം ഉണ്ടാവുള്ളൂ, പക്ഷെ യാതൊരു ബുദ്ധിമുട്ടില്ലാതെ വളരെ രസമായിട്ട് ജീവിക്കുന്നുണ്ട്. ശരിക്കും ബർക്കത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ മലയാളത്തിൽ പറയാവുന്ന വാക്ക് എന്താണെന്നറിയാമോ? ബർക്കത്ത് എന്ന് പറഞ്ഞാൽ സമാധാനമാണ്. സാധാരണ നമ്മൾ അങ്ങനെയല്ല പറയാറുള്ളത്. നല്ലോണം പൈസ ഉള്ള ഒരാളെ കുറിച്ച് നമ്മൾ എന്താ പറയുക? അവർക്കിപ്പോൾ നല്ല ബർക്കത്ത് എന്ന് പറയും. പൈസയെ കുറിച്ചാണ് നമ്മൾ പറയുക അല്ലേ? അല്ലേ, പൈസ ഉള്ളവരെ കുറിച്ചല്ലേ നമ്മൾ പറയുക അല്ലേ? ഉറപ്പല്ലേ? എന്നാൽ നല്ലോണം പൈസ ഉള്ള ഒരാളോട് ചെന്നിട്ട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, എന്താണ് ബർക്കത്ത്? നല്ലോണം പൈസ ഉള്ള ഒരാളോട് ചെന്നിട്ട് എന്താണ് ബർക്കത്ത് എന്ന് ചോദിച്ചു, അയാൾ എന്താ പറയുക? ഇനിയും കുറേ പൈസ ഉണ്ടാവില്ലാണെന്ന് പറയോ? പറയില്ല. ഈ ലോകത്തുള്ള എല്ലാ കോടീശ്വരന്മാരോടും ചെന്ന് ചോദിച്ചു നോക്കൂ, എന്താണ് ബർക്കത്ത് എന്ന് ചോദിച്ചാൽ മിക്കവാറും എല്ലാവരും പറയാൻ സാധ്യതയുള്ളൊരു വാക്കുണ്ട്, പീസ്, മനസ്സമാധാനം. ചിലപ്പോൾ അതിന് കുറേ പൈസയൊന്നും വേണ്ടിയില്ല. ലോകത്തിലെ ഏറ്റവും നല്ല ബെഡ് ഏതാന്ന് നിങ്ങൾക്കറിയാമോ? ലോകത്തിൽ ഏറ്റവും നല്ല ബെഡ് കിടക്ക ഏതാ അറിയോ? സമാധാനമായിട്ട് കിടന്നുറങ്ങുന്ന
മനുഷ്യൻ്റെ താഴെയുള്ള ബെഡാണ്. ചിലപ്പോൾ അതൊരു ബെഡ് പോലും അല്ല, ഒരു ഷാളിരിക്കും. ചിലപ്പോൾ ഒരു ഷാൾ പോലും ഉണ്ടാവില്ല, നിലത്ത് പച്ച നിലത്തിരിക്കും കിടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും നല്ല ബെഡ് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന മനുഷ്യൻ്റെ താഴെയുള്ള ബെഡാണ്. മനുഷ്യൻ എന്നുള്ളതിന് പകരം നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, എന്താ, മർത്യൻ എന്ന് പറയില്ലേ? മർത്യൻ അല്ലേ? മർത്യൻ. എന്താണ് മർത്യൻ എന്ന് കിട്ടുന്ന വാക്കിനെ പറ്റി? മർത്യൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? മൃത്യു ഉള്ളവനാണ് മർത്യൻ. മൃത്യു എന്താ? മരണം. മനുഷ്യന്റെ പേര് മരിക്കുന്നവൻ. മനുഷ്യന്മാർ മാത്രമൊന്നുമല്ലല്ലോ, എല്ലാവരും മരിക്കില്ല. ജീവികളൊക്കെ മരിക്കില്ലേ? പക്ഷെ ജീവികൾക്കൊന്നും ആ പേരില്ല, മർത്യൻ എന്നുള്ള പേരില്ല. അതെന്തുകൊണ്ടായിരിക്കും? ജീവികൾക്കൊന്നും മരണത്തെക്കുറിച്ചുള്ള ആലോചന ഇല്ല. അത് നമുക്ക് മാത്രമേ ഉള്ളൂ. മരണം എന്നുള്ളൊരു ഭീതിയോ പേടിയോ ചിന്തയോ മനുഷ്യന് മാത്രമേ ഉള്ളൂ. അത് മറ്റു ജീവികൾക്കില്ല. അതുകൊണ്ടാണ് അവർ ജീവികൾ എന്ന് പറയുന്നത്. അവർക്ക് ജീവിതം മാത്രമേ ഉള്ളൂ. ജീവികളാണ്, അവർക്ക് ജീവിതം മാത്രമേ ഉള്ളൂ. മനുഷ്യനോ മർത്യനാണ്. മരണം എന്നുള്ള ബോധവും അവരുണ്ട്, അതിനപ്പുറത്ത് എന്തായിരിക്കും എന്നുള്ള ചിന്തകളുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യന് മർത്യൻ എന്നുള്ള പേരുള്ളത്. അപ്പം ജീവിതം എന്നൊരു ചെറിയ സാധനം അതിനു മുമ്പുള്ളതാണ്. മരണം എന്നുള്ള അവസാനത്തെ ശ്വാസത്തിന് മുമ്പുള്ളൊരു പാച്ചില, ഓട്ടമാണ്. ആ ഓട്ടത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങൾ എങ്ങനെയാണ് ബർക്കത്തുള്ള ഒന്നായിട്ട് മാറുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം കയറി വരുന്നൊരു സ്ഥലമുണ്ട്. നമ്മുടെ ബൈക്ക് സ്റ്റോപ്പ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ കാറ് സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ ഗേറ്റ് അടച്ച് വാതിൽ തുറന്ന് കയറി ചെല്ലുന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് സമാധാനം വേണം. ഒരു മനുഷ്യന് ആ പുറത്ത് എത്ര സമാധാനം കിട്ടിയിട്ടും കാര്യമില്ല, ഇതിനകത്ത് സമാധാനം വേണം. ഇതിനകത്ത് ഒരാൾക്ക് സമാധാനം ഉണ്ടെങ്കിൽ പുറത്തുള്ള എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ അയാൾക്ക് കഴിയും. എന്നാൽ നേരെ തിരിച്ച് പുറത്ത് എത്ര സമാധാനം ഉണ്ടെങ്കിലും അയാൾക്ക് ഇതിനകത്ത് അത് കിട്ടുന്നില്ലെങ്കിൽ അയാൾക്ക് പിന്നെ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ കഴിയില്ല. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും മനസ്സമാധാനമാണ്. എന്താണോ ഉള്ളത് അതിലൊരാൾ അനുഭവിക്കുന്ന സമാധാനം. കുറേ ഉണ്ടെങ്കിലും അത് കിട്ടും, കുറച്ചുണ്ടെങ്കിലും അത് കിട്ടും. കുറേ ഉണ്ടെങ്കിലും അത് നഷ്ടപ്പെടുന്നില്ല, കുറേ ഉണ്ടെങ്കിലും അത് കിട്ടും. ധാരാളം പൈസയുള്ളൊരു കോടീശ്വരനും അത് കിട്ടും, ദരിദ്രരായൊരു മനുഷ്യനും അത് കിട്ടും. പക്ഷെ അത് ഭൂമിയിൽ നിന്ന് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്നതോ കിട്ടുന്നതോ അല്ല. അത് പടച്ചോന്റെ ബ്ലെസ്സിങ് ആണ്, പടച്ചോൻ തരുന്നത്. അതിന് നമ്മുടെ ഏറ്റവും പ്രധാനമായി മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം, നമ്മുടെ മുൻഗണനകളുണ്ടല്ലോ, നമ്മുടെ മുൻഗണനകളാണ് മാറേണ്ടത് ശരിക്കും. ഇപ്പം മനുഷ്യൻ്റെ ജീവിതത്തിൽ പടച്ചോൻ, ഇപ്പം എനിക്കാവട്ടെ നിങ്ങൾക്കാവട്ടെ, ഈ 800 കോടി മനുഷ്യന്മാരിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് തന്നിട്ടുള്ളൊരു 4-5 മനുഷ്യന്മാരുണ്ട് അല്ലെ? ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, മക്കൾ, പാപ്പ, ഉമ്മ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് കുറച്ച് മനുഷ്യന്മാരുണ്ട്. 800 കോടി മനുഷ്യന്മാരിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് പഠിച്ചു തന്നുള്ളതാണ്. ആ മനുഷ്യന്മാരില്ലേ, ആ മനുഷ്യന്മാരായിരിക്കണം ഈ ലോകത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ. നമ്മുടെ ഏറ്റവും വലിയ പരിഗണന അവർക്കുള്ളതാണ്, നമ്മുടെ ഏറ്റവും വലിയ മുൻഗണന അവർക്കുള്ളതാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കി എല്ലാവരും. പണ്ട് നമ്മുടെ ഹൈന്ദവ തറവാടുകളില്ലേ, പഴയ തറവാട് വീടുകൾ, ആ വീടുകൾക്ക് അവർ വിളിച്ചിരുന്നൊരു പേരുണ്ട്, സംസ്കൃതമാണ്. ആ പേരെന്താണെന്നറിയോ? മന ആണ്. മന കേട്ടില്ലേ? ഇല്ലം, മന ഒക്കെ പറയില്ലേ? എന്താണ് മന? മന 2 അക്ഷരങ്ങളല്ല, 2 വാക്കുകളാണ്. സംസ്കൃത. മ എന്ന് പറഞ്ഞാൽ ഞാൻ, ന എന്ന് പറഞ്ഞാൽ ഇല്ല. അപ്പം എന്തായി? ഞാൻ ഇല്ല. വീടിന് പറയുന്ന പേരാ ഞാൻ ഇല്ല. ഞാനില്ലാത്ത സ്ഥലം. ഞാനില്ല എന്ന് പറഞ്ഞാൽ നമ്മളേ ഉള്ളൂ, ഞങ്ങളേ ഉള്ളൂ. ഞാനില്ല. ഞാൻ എനിക്ക് വേണ്ടി മാത്രം ഒരു ജീവിതം, എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ കൊതികൾ, എൻ്റെ ഇഷ്ടങ്ങൾ, അതിനു വേണ്ടി മാത്രമാണ് ജീവിക്കണതെങ്കിൽ അതിന് ഹോസ്റ്റൽ എന്ന് പറയാം, വീടല്ല. അപ്പുറത്തൊരാളുണ്ടാവും, അയാൾ അങ്ങനെ തന്നെ ആയിരിക്കും ജീവിക്കുന്നത്. അയാളുടെ ആഗ്രഹങ്ങൾ, അയാളുടെ സ്വപ്നങ്ങൾ, അയാളുടെ ഇഷ്ടങ്ങൾ, അയാൾ അങ്ങനെ ജീവിക്കുന്നുണ്ടാവും. അതിന് നമ്മൾ പറയുന്ന പേരെന്താ? ഹോസ്റ്റൽ എന്നാണ്.
ഞാൻ എൻ്റെ ഫോണിൽ ഇങ്ങനെ പിന്നെ കളിച്ചുകൊണ്ടിരിക്കണം, നോക്കിക്കൊണ്ടിരിക്കണം, അയാൾ അയാളുടെ ഫോണിലും നോക്കിക്കൊണ്ടിരിക്കണം. ഞങ്ങൾ തമ്മിൽ ഇമോഷണലി ഒരു കണക്ഷനൊന്നുമില്ല, ഒരുമിച്ച് ജീവിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അതിന് ഹോസ്റ്റൽ എന്നാ പറയാം. വീടതല്ല. മന ഞാനില്ല, നമ്മളേ ഉള്ളൂ. എന്ത് രസമുള്ളൊരു കൺസെപ്റ്റ് എന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഫുട്ബോളിൽ സെവൻസ് ആണെങ്കിൽ 7 ആളുകളെ കളിക്കാം. 7 ആളിൽ ഒരാൾ ഗോളി എടുക്കും. അതിൽ ഒന്നാമത്തെ ആൾക്ക് പന്ത് കിട്ടും, രണ്ടാമത്തെ ആൾക്ക്, മൂന്നാമത്തെ ആൾക്ക്, നാലാമത്തെ ആൾ അഞ്ചാമത്തെ ആൾക്ക് കൊടുക്കും, അഞ്ചാമത്തെ ആൾ ആറാമത്തെ ആൾക്ക് കൊടുക്കും, ആറാമത്തെ ആൾ ഗോൾ അടിച്ചിട്ടുണ്ടാവും. ആറാമത്തെ ആളിൻ്റെ കാലിൽ നിന്നാണ് ഗോളായത്. പക്ഷെ ആറാമത്തെ ആൾ മാത്രമാണ് ജയിക്കുക, ഈ ടീം മൊത്തം ജയിക്കും. ഇതാണ് മന. ഒരാളടിച്ചാൽ മതി, എല്ലാവരും ജയിക്കും. ചെങ്ങല പോലെയാ. ചെങ്ങല വളരെ ശക്തിയുള്ളതാണ്. ഒരു കണ്ണി വേറൊരു കണ്ണിയോട് ഇങ്ങനെ ചേർന്ന് ചേർന്ന് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ആയുധം പോലെ ഒരു സാധനമാണ് ചെങ്ങല. അല്ലേ? അല്ലേ? ചെങ്ങലയിൽ ഒരു കണ്ണി കേടുവന്നല്ലോ. ഒരു കണ്ണി കേടുവന്നാൽ ചെങ്ങലയുടെ മുഴുവൻ ശക്തിയും ഇല്ലാതാവും. എല്ലാ കണ്ണിയും കേടുവരണ്ട, ഒരു കണ്ണി കേടുവന്നാൽ മതി. മന. ഒരാൾ ഗോളടിച്ചാൽ എല്ലാവരും ജയിക്കുന്ന പോലെ, ഒരു കണ്ണി കേടുവന്നാൽ ഒരു ചെങ്ങലയിലെ എല്ലാ കണ്ണിയും ദുർബലമാകുന്നത് പോലെ, ശക്തിയില്ലാതാകുന്നത് പോലെ. പഠിച്ചോൻ നമ്മുടെ ആയുസ് തന്നിട്ടുള്ള ആ 4-5 മനുഷ്യന്മാർ, അല്ലെങ്കിൽ 6-7, 1-2 ചുരുങ്ങി വരികയാണ്. പണ്ടേ പോലൊന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ. ആ കുറച്ച് മനുഷ്യന്മാർ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള മനുഷ്യന്മാരായി മാറുക എന്നുള്ളത് വീടിൻ്റെ ഉള്ളിലെ ബർക്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താക്കോലാണ്. മുൻഗണന. അല്ലേ? മുൻഗണന. പരിഗണനയല്ല, മുൻഗണന. എല്ലാത്തിനെയും നമ്മൾ പരിഗണിക്കണം. നമുക്ക് ചങ്ങായിമാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ജോലിയുണ്ട്, അങ്ങാടിയുണ്ട്, ഒക്കെ ഉണ്ടോ? അതൊക്കെ പരിഗണനയാണ്. മുൻഗണന അതല്ല. ഇതിൻ്റെയൊക്കെ മുമ്പ് വേറൊന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ, എല്ലാത്തിൻ്റെയും മുമ്പ് വേറൊന്നിന് കൊടുക്കലാണ് മുൻഗണന. അതാണ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഒരു കഥ പറയാറുണ്ട്. പണ്ട് ഒരമ്മ ആ അമ്മയുടെ ചെറിയ കുഞ്ഞിനെ ഇങ്ങനെ ഒക്കത്ത് വെച്ചിട്ട് ഭിക്ഷ യാചിച്ച് നടക്കുക. ഭിക്ഷക്കാരിയാണ്. അങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ ഒരു ഗുഹ കണ്ടു. ആ ഗുഹയുടെ ഫ്രണ്ടിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. അയാൾ പറഞ്ഞു, ഈ ഗുഹയുടെ ഉള്ളിൽ മുഴുവനും സ്വർണമാണ്, വലിയ പണക്കൂമ്പാരങ്ങളാണ്, വെള്ളിയാണ്, വജ്രമാണ്, അത്രയും വില കൂടിയ സാധനങ്ങളാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് എത്ര വേണമെങ്കിലും എടുക്കാം, എത്ര സ്വർണം എടുക്കുക, എത്ര വെള്ളി എടുക്കുക, എത്ര വജ്രം എടുക്കുക, എത്ര പൈസ എടുക്കുക. പക്ഷെ 2 മിനിറ്റ് 2 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു ബെല്ലടിക്കും. ആ ബെല്ലടിക്കുന്നതോടുകൂടി നിങ്ങൾ പുറത്തേക്ക് ചാടണം. ഇല്ലെങ്കിലോ പിന്നെ ഒരിക്കലും പുറത്തേക്ക് വരാൻ കഴിയില്ല. ഗുഹ അടഞ്ഞു പോകും. എന്താ? ഒരു ഭിക്ഷക്കാരിയായ അമ്മയുടെ മുന്നിലൊരു ഗുഹയുടെ മുന്നിലിരിക്കുന്ന ആൾ പറയുന്നു, ഇതിൻ്റെ ഉള്ളിൽ മുഴുവനും പണമാണ്, 2 മിനിറ്റ് മാത്രം നിങ്ങൾക്ക് തരൂ. 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എത്ര വാരി കൂട്ടാൻ പറ്റുമോ അത്രയും വാരി കൂട്ടിക്കോളൂ. 2 മിനിറ്റ് കഴിഞ്ഞാൽ ബെല്ലടിക്കും. ആ ബെല്ലടിക്കുന്നതോടെ പുറത്തേക്ക് വരണം, ഇല്ലെങ്കിൽ പിന്നെ ഒരിക്കലും പുറത്തേക്ക് വരാൻ കഴിയില്ല. 2 മിനിറ്റ് മതി. 2 മിനിറ്റ് ഒന്നും വേണ്ട, 1 മിനിറ്റ് മതി വാരിക്കൂട്ടാൻ. അത്രയ്ക്ക് മതിയല്ലോ. ഈ അമ്മ നേരെ അതിനകത്തേക്ക് പോയി വാരിക്കൂട്ടാൻ തുടങ്ങി. എന്തൊക്കെ ഉണ്ടോ കയ്യിൽ അതിലൊക്കെ ഇത് നടക്കാൻ തുടങ്ങി. ബെല്ലടിച്ചു, പുറത്തേക്ക് ചാടി, രക്ഷപ്പെട്ടു. കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ നോക്കണം. അത്യാവശ്യമായിട്ടുണ്ട്. ഇനി ഒരു 2 തലമുറയ്ക്ക് ജീവിക്കാൻ വേറൊന്നും വേണ്ട, അതിന് മാത്രം വാരിക്കൂട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഒക്കത്തുണ്ടായിരുന്ന കുട്ടിയില്ലേ, അതിനകത്തായി പോയി. എന്തൊക്കെയോ വാരിക്കൂട്ടുന്നതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ചിലത് നമ്മൾ മറന്നുപോയാൽ പിന്നെ ഒരിക്കലും തിരിച്ചെടുക്കാനാകാത്ത വിധം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ കുട്ടികളുടെ കുട്ടിക്കാലം. നമ്മുടെ കുട്ടികൾക്ക് ഒരൊറ്റ കുട്ടിക്കാലേ ഉള്ളൂ, 2 ഇല്ല, 1. നമ്മൾ ഏറ്റവും അധികം സംസാരിക്കേണ്ടത് നമ്മുടെ കുട്ടികളോടാണ്. നമ്മുടെ കുട്ടികളോടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടത്. അതിനെന്ത് വേണ്ടി വരും? അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടി വരും. ഇപ്പം നമ്മൾ നേരത്തെ ഈ മോനോട് സംസാരിക്കുക, ബിലാലല്ലേ,
ആദിൽ അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സ്പേസിനെ കുറിച്ച് പഠിക്കുക, സ്പേസിനെ കുറിച്ച് അറിയുക. കഴിഞ്ഞ ദിവസം അവന് കോയമ്പത്തൂരിൽ പോയിട്ട് ഒരു സെമിനാറൊക്കെ അറ്റൻഡ് ചെയ്ത് വരിക. ചെറിയ മോനതാ, അവന് സ്പേസിനെ കുറിച്ചാണ് അവൻ്റെ ചിന്ത മുഴുവൻ. അതാ, ഭൂമിയിലില്ല അവൻ, ഫുൾ അവിടെയാണ്, സ്പേസിനാണ്. അതിനെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവനോട് എനിക്കൊരു കാര്യം പറയണമെങ്കിൽ ഞാൻ സ്പേസിനെ കുറിച്ച് പഠിക്കേണ്ടി വരും. അത്യാവശ്യ കാര്യങ്ങളെങ്കിലും അതിൻ്റെ ചില വേർഡെങ്കിലും പഠിക്കേണ്ടി വരും. എന്നാലേ എനിക്ക് അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവനെന്താ വിചാരിക്കുക, മൂപ്പർക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് അവന് അത് പറയാൻ പറ്റുന്ന ആളുകളെ തിരഞ്ഞു പോകും. ഞാൻ അവൻ്റെ വാപ്പയാണെങ്കിലോ ഞാൻ എത്ര പഠിക്കേണ്ടി വരും അവനിഷ്ടമുള്ളൊരു കാര്യത്തെക്കുറിച്ച്. കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ കുട്ടികളോളം താഴേണ്ടി വരും. ഒരു കുട്ടിക്ക് നമ്മളെങ്ങനെ ഉമ്മ കൊടുക്കുക, ചെറിയൊരു കുഞ്ഞിന് നമ്മളെങ്ങനെ ഉമ്മ കൊടുക്കുക, കുട്ടി ഇങ്ങോട്ട് വരുമോ? കുട്ടി ഇങ്ങോട്ട് വരില്ല, നമ്മൾ അങ്ങോട്ട് പോകല്ലേ ചെയ്യുന്നത്. കുട്ടിക്കൊരു ഉമ്മ കൊടുക്കാൻ കുട്ടിയോളം നമ്മൾ താഴുന്നത് പോലെ ഒരു കുട്ടിയോട് സംസാരിക്കണമെങ്കിൽ ആ കുട്ടിയോളം താഴേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടിയോളം വലുതാകേണ്ടി വരും. ഇവനൊക്കെ അതിൽ പെട്ടതാണ്. കാരണം അവൻ അതിൽ വലിയ കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ പൊതുവെ അങ്ങനെ തന്നെയാണ് കേട്ടോ, പുതിയ കാലത്തെ കുട്ടികളെ. അപ്പം നമ്മുടെ മോനോട് സംസാരിക്കണമെങ്കിൽ എനിക്ക് ബാഴ്സലോണ എന്നൊരു ക്ലബിനെ കുറിച്ച് അറിയണം. അങ്ങനെ ഒരു ക്ലബ്ബുണ്ടല്ലോ അത് ഫുട്ബോളിൽ, മലപ്പുറത്താണല്ലോ. അപ്പോൾ ഫുട്ബോളായിരിക്കും കാര്യമായിട്ട് മനസ്സിലുണ്ടാവും. ബാഴ്സലോണ എന്ന് പറഞ്ഞ് മൂപ്പർക്ക് താല്പര്യമുള്ളൊരു ക്ലബ്ബുണ്ട്. ആ ക്ലബിനെ കുറിച്ച് എനിക്ക് എന്തൊക്കെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്തൊക്കെ പഠിക്കാൻ കഴിയുമോ അതൊക്കെ ഞങ്ങൾ പഠിച്ചു. ഒരു നാട്ടുപുറത്തുണ്ടായ ചെറിയൊരു ക്ലബ്ബാണ്. അതിങ്ങനെ വളർന്ന് ലോകത്തിലെ വലിയ ക്ലബ്ബുകളിൽ ഒന്നായി മാറിയ ചരിത്രമാണ്. കാരണം ഞങ്ങളുടെ മോനോട് സംസാരിക്കണമെങ്കിൽ അവനിഷ്ടമുള്ളൊരു കാര്യമായിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ എന്താ അവൻ പറയാ, ആപ്പക്കൊന്നും മനസ്സിലാവില്ല. നമ്മൾ ഏറ്റവും സംസാരിക്കേണ്ടത് നമ്മുടെ കുട്ടികളോടാണ്. കാരണം അവർക്കൊരു കുട്ടിക്കാലേ ഉള്ളൂ. എത്ര പെട്ടെന്നാണ് ഇവർ വലുതാവുക നമുക്കറിയില്ല. പഴയ ഫോട്ടോ ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് സങ്കടം വരും അല്ലേ. ആ കുഞ്ഞുങ്ങൾ എവിടെ പോയി, മീശയൊക്കെ വന്നിരിക്കണം, വലിയ കുട്ടിയായിരിക്കണം, വലിയ മഫത്തൊക്കെ ഇടാൻ തുടങ്ങിയാണ്. ആ ചെറിയ കുഞ്ഞിനെ നമുക്ക് മിസ് ചെയ്യും. നമ്മുടെ ആ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ സങ്കടമൊക്കെ വരും. നമ്മളെ കുട്ടി വലിയ കുട്ടിയായല്ലോ. ഒട്ടിടയ്ക്കൊരു വരം കൊണ്ടിവൾ പണ്ടേ പോലെ കുട്ടിയായിരുന്നെങ്കിൽ എന്ന് വെണ്ണികുളം എന്ന് പറഞ്ഞ പഴയ ഒരു കവി പറയുന്നുണ്ട് മകളെ കുറിച്ച്. ഒട്ടിടക്കേതോ വരം കൊണ്ടിവൾ, ഒരു വരം കിട്ടിയിട്ട് എൻ്റെ കുട്ടി പഴയ കുട്ടിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അത് നമ്മുടെയൊക്കെ ആഗ്രഹം. ഒട്ടിടക്കേതോ വരം കൊണ്ടിവൾ പണ്ടേ പോലെ കുട്ടിയായിരുന്നെങ്കിൽ. നമ്മളെ കുട്ടികളെ കുട്ടിക്കാലം ഇല്ലേ, നഷ്ടപ്പെടും, പിന്നെ നമുക്ക് കിട്ടൂല. കേസരി ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന വലിയൊരു എഴുത്തുകാരനുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. കേസരി ഹാൾ അദ്ദേഹത്തിൻ്റെ പേരില്ല, കേസരി എന്ന പേരിൽ പണ്ട് അദ്ദേഹത്തിനൊരു മാസികയുണ്ട്. വലിയ എഴുത്തുകാരനാണ്, അത്രയും വലിയ കട്ടിയുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. അദ്ദേഹം ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കുക, പഠിക്കുക, എഴുതുക, ഇതൊക്കെയാണ്. അപ്പോൾ ഒരാളിങ്ങനെ വാതിലിൻ്റെ അപ്പുറത്ത് വന്ന് നിൽക്കും. അതാരാന്നറിയാം? അദ്ദേഹത്തിൻ്റെ മോള്, ചെറിയൊരു മോള്. അച്ഛനെ കിട്ടാൻ വേണ്ടിയിട്ട്, അച്ഛനെ കാണാൻ വേണ്ടിയിട്ട്, വലിയ താടിയുള്ളൊരു മനുഷ്യന്. ആ അച്ഛനെ ലാളിക്കാൻ, അച്ഛൻ്റെ സ്നേഹം കിട്ടാൻ, അച്ഛനെ അങ്ങോട്ട് സ്നേഹിക്കാനൊക്കെ വേണ്ടി ഈ കുട്ടി ഇങ്ങനെ കാത്തിരിക്കും. അദ്ദേഹം കുറേ നേരമൊക്കെ പിന്നെ ഈ എഴുത്തിലെഴുതും. പിന്നെ കിടന്നുറങ്ങേണ്ട സമയമായി. ഈ കുട്ടിക്ക് കൊടുക്കാൻ തീരെ സമയം ഉണ്ടാവില്ല. ഒരു പനി വന്നിട്ട് ഈ കുട്ടി മരിച്ചു. അദ്ദേഹം തന്നെ പറയട്ടോ, പനി വന്നിട്ട് കേസരിയുടെ മോള് മരിച്ചു. അദ്ദേഹം പറയാ, ഞാൻ എൻ്റെ മോളെ ആദ്യമായി ചുംബിച്ചത് അവളുടെ തണുത്ത ശരീരത്തിലായിരുന്നു. അതിനൊന്നും ഉമ്മ കൊടുത്തിട്ടില്ല. എന്നാണ് നേരത്തെ പറഞ്ഞ നമ്മുടെ തിരക്കിനിടയിൽ നമ്മൾ ചിലത് ഗുഹയുടെ ഉള്ളിൽ ആ കുഞ്ഞിനെ മറന്നു വെച്ചതുപോലെ ഈ തിരക്കുകളുടെ ഇടയിൽ ചിലത് മറന്നു വെച്ചത് പിന്നെ തിരിച്ചെടുക്കാനാവാത്ത വിധം അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ അനുഗ്രഹീതമായൊരു ജീവിതം ജീവിക്കുക എന്നുള്ളതിൽ മുൻഗണനയിൽ പഠിച്ചു തന്നിട്ടുള്ള ഈ 4, 5, 1, 2, 3 മനുഷ്യന്മാരുണ്ടാവുക എന്നുള്ളത്. മൈക്കൽ ഫാരഡേ എന്നുള്ളൊരു ശാസ്ത്രജ്ഞനെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും, സ്കൂളിൽ പഠിച്ച എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ? മൈക്കൽ ഫാരഡേ എന്നാണ് പേര്. ഈ ലൈറ്റ് ഇവിടെ ഇങ്ങനെ കത്തി നിൽക്കുന്നതിൻ്റെ പിന്നിൽ ഡൈനാമോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് കണ്ടുപിടിച്ച ആളാണ്. ജനറേറ്ററും മോട്ടറും കണ്ടുപിടിച്ച ആളാണ്. 1000ഓളം കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നത്. 1, 2 അല്ല.
ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റെ 6 മക്കളിൽ 4-മനായി ജനിച്ച് പൈസ ഇല്ലാത്തതുകൊണ്ട് സ്കൂളിൽ പോകാൻ കഴിയാതെ ഒരു ബുക്ക് ബൈൻഡ് ചെയ്യണ ഷോപ്പിൽ ജോലിക്ക് നിന്ന് അവിടെ കണ്ട ശാസ്ത്ര പുസ്തകങ്ങൾ വായിച്ച് ശാസ്ത്രം പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടായി. സർ ഹംഫ്രി ഡേവി എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തിൻ്റെ ഹെൽപ്പറായിട്ട് ജോലി ചെയ്ത് അങ്ങനെ വന്നയാളാണ് മൈക്കിൾ ഫാരഡേ. 1000-ഓളം കണ്ടുപിടുത്തങ്ങൾ നടത്തിയൊരു മനുഷ്യന് ജീവിതത്തിൽ എത്ര തിരക്കുണ്ടാവും? ഇന്നത്തെ പോലെ അല്ലല്ലോ, അത്രയും തിരക്ക് കൂടുതൽ അല്ലേ? ആ മനുഷ്യനോട് അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ആയുസ്സിലെ ഏറ്റവും നല്ല നിമിഷം ഏതായിരുന്നു? ജീവിതത്തിൽ ഏറ്റവും നല്ല നിമിഷം ഏതായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തൊക്കെ വരും? കണ്ടുപിടുത്തങ്ങൾ അത്രയും നടത്തിയല്ലേ? ഈ ലൈറ്റ് കത്തി നിൽക്കുന്നതിൻ്റെ പിന്നിലെ മനുഷ്യനാണ്. പഠിച്ചോ നമ്മ അനുഗ്രഹം, പക്ഷെ അത് മനുഷ്യൻ കണ്ടുപിടിച്ച കുറേ ആളുണ്ട്, അതിലൊരാളുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല നിമിഷം ഏതാണ് എന്ന് കണ്ടുപോയില്ലേ? അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ കണ്ടുപോയി. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ജീവിതത്തിൽ ഏറ്റവും നല്ല നിമിഷം. അപ്പൊ അദ്ദേഹം പറഞ്ഞതെന്താ അറിയോ? അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ സാറയുടെ കൂടെയുള്ള വൈകുന്നേരങ്ങൾ എന്നാണ്. എന്തൊരു കഥ! എൻ്റെ സാറയുടെ കൂടെയുള്ള വൈകുന്നേരങ്ങൾ. കണ്ടുപിടുത്തങ്ങളൊക്കെ പിന്നെയാണ്, എന്നെ പ്രശസ്തരാക്കിയത് കാര്യങ്ങളൊക്കെ പിന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയല്ലെങ്കിലും ആശയം ഇങ്ങനെയാണ്. ആയുസ്സിൽ പഠിച്ചോ കൊടുത്ത ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അനുഗ്രഹത്തെ, ഒരു മനുഷ്യനെ അദ്ദേഹം പരിഗണിച്ചു. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ കുറച്ചപ്പുറത്തൊരു കായൽ പോലെ ഒരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് എല്ലാ വൈകുന്നേരവും രണ്ടാളും പോയിട്ട് ഇരിക്കും. ജോലിയൊക്കെ കഴിഞ്ഞ് അദ്ദേഹം വന്നിട്ട് അവിടെ ഇങ്ങനെ പോയിരിക്കുന്നവരാണ്. ജീവിതത്തിൽ ഏറ്റവും നല്ല നിമിഷം ഏതാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ സാറയുടെ കൂടെയുള്ള വൈകുന്നേരങ്ങൾ. ഇതാണ് മുൻഗണന. കാരണം എല്ലാ ആഘോഷങ്ങളും അവസാനിക്കും. ആഘോഷങ്ങളുടെ ഒക്കെ ഒരു പ്രശ്നം, ആഘോഷങ്ങൾക്കൊരു പിറ്റേന്നുണ്ട് എന്നുള്ളത്. ഇന്ന് ക്രിസ്തുമസാണ് ലോകം മുഴുവനും. 26-ാം തീയതി ക്രിസ്മസ് ഇല്ല. അന്ന് ബിരിയാണി ഉണ്ടാക്കിയ ചെമ്പൊക്കെ കൊണ്ടുപോകുന്നുണ്ടോ? അല്ലേ? മുറ്റത്ത് കെട്ടിയ പന്തല കഴിച്ചു പോകുന്നുണ്ടോ? ആ നല്ല വസ്ത്രം ഉണ്ടല്ലോ, പുതിയ മണമുള്ള വസ്ത്രം അഴിച്ച് വെച്ച് മുഷിഞ്ഞിട്ടുണ്ടോ? 26-ാം തീയതി ആഘോഷങ്ങളൊന്നുമില്ല. കല്യാണത്തിൻ്റെ ഒരു പ്രശ്നം, കല്യാണത്തിനൊരു പിറ്റേന്നുണ്ട് എന്നുള്ളത്. അന്നവിടെ ബിരിയാണി ഉണ്ടാവില്ല, അന്നവിടെ പന്തലുണ്ടാവില്ല, പണിക്കാരായിരിക്കും ഫുള്ളുണ്ടാവും. അവരത് അഴിച്ചുകൊണ്ട് പോകുന്നുണ്ടാവും. അതെന്ത്? ആഘോഷങ്ങൾക്കൊക്കെ ഒരു അവസാനമുണ്ട്. അതാണ് നമ്മുടെ ജീവിതത്തിലെ ആഘോഷങ്ങൾക്കും തിരക്കുകൾക്കൊക്കെ ഒരവസാനമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കയറി ചെല്ലുന്നൊരു സ്ഥലമുണ്ട്. എല്ലാ തിരക്കുകളും അവസാനിപ്പിച്ച് അവസാനം നമ്മുടെ കാറ് നിർത്തുന്ന, ബൈക്ക് നിർത്തുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളൊരു സ്ഥലമായിട്ട് മാറുക എന്നത്. നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ ഇങ്ങനെയുള്ള സ്റ്റേജിലൊക്കെ ഇതുണ്ടാവും, എന്ത് പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. കണ്ടില്ലേ കല്യാണത്തിനൊക്കെ? ഇപ്പം കുറേ മാറി, ഇപ്പോൾ നല്ല ശരിക്കുള്ള പൂക്കളൊക്കെ വെക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് പൂവാണ് നല്ലത്. എന്താണെന്നറിയോ? അത് വാടില്ല, അല്ല വാടില്ലല്ലോ, അത് ഉണങ്ങില്ലല്ലോ, അത് കൊഴിഞ്ഞു പോകില്ലല്ലോ, അല്ലേ? നല്ല പൂവാണെങ്കിലോ അത് വാടും, അതിന് വെള്ളം കൊടുക്കണം, അതിന് വളം കൊടുക്കണം, അത് തളരും. ഓരോ സാഹചര്യത്തിനനുസരിച്ച് അതിൻ്റെ നിറത്തിലൊക്കെ വ്യത്യാസം വരും, ഇല്ലേ? മനുഷ്യന്മാരെങ്ങനെയാണ്? ഞാനും നിങ്ങളെങ്ങനെയാണ്? പ്ലാസ്റ്റിക് അല്ല, കല്ലല്ല, നമ്മളെ ഫീലിങ്സ് ഉള്ള മനുഷ്യന്മാരാണ്. ആരെ പറയണറിയോ? പഠിച്ചോ. ഇതാണ് കല്യാണത്തെക്കുറിച്ച് പറയാ പഠിച്ചോ. കല്യാണം എന്ന് പറഞ്ഞാൽ 2 മനുഷ്യന്മാരെ ഒന്നാവുക. 2 മനുഷ്യന്മാരെ ഒന്നാകുന്ന സമയത്ത് പഠിച്ചോൻ 3 കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ. 3 കാര്യങ്ങൾ. ഒന്നാമതായി പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു മനുഷ്യനാണ്. അത് ഭാര്യയായിട്ടും ഭർത്താവായിട്ടും മാത്രമല്ലല്ലോ, മക്കളായിട്ട് വരുന്നു, പേരക്കുട്ടികളായിട്ട് വരുന്നു, അനുജനായിട്ട് വരുന്നു, പെങ്ങളായിട്ട് വരുന്നു, ഇത്താത്തയായിട്ട് വരുന്നു, ബാപ്പയായിട്ട് വരുന്നു, ഉമ്മയായിട്ട് വരുന്നു, ചങ്ങാതിയായിട്ട് വരുന്നു, അല്ലേ? മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാസ്റ്റിക് അല്ല, അത് കല്ലല്ല, മരമല്ല, ഒന്നല്ല. അതിന് ഫീലിങ്സ് ഉണ്ട്. ഫീലിങ്സ്
ഇതിൻ്റെ ഉള്ളിൽ മനസ്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. മനസ്സ് എന്നൊരു സാധനത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ട് ഫീലിങ്സ് ഉണ്ടാവും. ഒരു മനുഷ്യനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്നറിയോ, അയാളുടെ ഫീലിങ്സിനെ മനസ്സിലാക്കുക, വേറെ ഒന്നുമല്ല. ഒരു മനുഷ്യനെ മനസ്സിലാക്കുക, സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അയാളുടെ ഫീലിങ്സിനെ മനസ്സിലാക്കുക. രാവിലെയുള്ള ആളാവില്ല വൈകുന്നേരം, ഇന്ന് കണ്ട ആളാവില്ല നാളെ, കഴിഞ്ഞ ആഴ്ച കണ്ട ആളല്ല ഈ ആഴ്ച. അതെന്തുകൊണ്ടാണ്? ഫീലിങ്സ് ഉള്ള മനുഷ്യനാണ്. അതന്നെ അയാൾക്ക് സങ്കടം വരും, അയാൾക്ക് കരയും, അയാൾക്ക് ദാഹിക്കും, വിശക്കും, അയാൾക്ക് വേറുപാടുകൾ സഹിക്കാൻ കഴിയില്ല, മരണം സഹിക്കാൻ കഴിയില്ല, രോഗം സഹിക്കാൻ കഴിയില്ല. അവനവൻ്റെ രോഗം സഹിച്ചാലോ പ്രിയപ്പെട്ട ഒരാളുടെ രോഗം സഹിക്കാൻ കഴിയില്ല. അവനവൻ്റെ മരണത്തിലേക്ക് ചിലപ്പോൾ കൂളായിട്ട് നടന്നു പോകാൻ കഴിയുന്ന ഒരാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മനുഷ്യൻ്റെ മരണം താങ്ങില്ല. ഇതൊക്കെ മനുഷ്യനായതുകൊണ്ടാണ്. മാർക്സിസത്തിൻ്റെ ആചാര്യനാണ് കാൾ മാർക്സ്, അല്ലേ? മാർക്സ് അദ്ദേഹം ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചിട്ടുള്ള ഒരു വലിയ മനുഷ്യനാണ്. ലണ്ടനിലെ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഏറ്റവും ആദ്യം വന്ന് അവസാനം വരെ വായിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. ലോകം മുഴുവനുള്ള തൊഴിലാളികളെ കുറിച്ച് അത്രയേറെ ആലോചിച്ചൊരു mനുഷ്യനാണ്. ഇതിനപ്പുറത്തൊരു ലോകം ഇല്ല എന്ന് പറയുന്ന മനുഷ്യനാണ്. ഈ ഭൂമി മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തൊന്നുമില്ല, ദൈവമോ അതൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം കരഞ്ഞുകൊണ്ട് എഴുതിയ ഡയറി ഉണ്ട്. അതെന്താണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ കുട്ടിക്ക് സുഖമില്ലാതെ കിടന്ന സമയത്ത്. അത്രയും ശക്തനായ മനുഷ്യനാണെന്ന് പറയുക. അത്രയും വലിയ പുസ്തകങ്ങൾ എഴുതിയ മനുഷ്യനാണ്. പക്ഷെ ആ പുസ്തകങ്ങളിലൊന്നും അദ്ദേഹത്തിന് അത് സമാധാനം കണ്ടെത്താൻ പറ്റൂല. അദ്ദേഹത്തിൻ്റെ കുഞ്ഞിന് വയ്യെങ്കിലോ അദ്ദേഹത്തിന് സമാധാനം ഉണ്ടാവില്ല. നമ്മളെ കുട്ടിക്ക് വയ്യെങ്കിലോ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. മനുഷ്യരെ നമ്മളെന്ത് പറഞ്ഞു, എന്താ പറയുന്നുള്ളൂ? വേറെന്താ പറയുന്നത്? ആ വേഗം അങ്ങോട്ട് പോയി, എൻ്റെ മനസ്സങ്ങോട്ട് പോയി. ഫീലിങ്സില്ല, ഫീലിങ്സ്. താങ്ക് യു. ഫീലിങ്സിനെ കൂടെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ മനുഷ്യൻ ഫീലിങ്സ് ഉള്ളതാണ്. ഉള്ളിൽ പ്ലാസ്റ്റിക്കോ മരമോ ഒന്നും ഇരുമ്പോ കല്ലൊന്നുമല്ല. ഫീലിങ്സ് ഉണ്ട്. കരയും, താങ്ങാൻ കഴിയില്ല ചില കാര്യങ്ങൾ. നമുക്ക് നമ്മളെ തന്നെ കെട്ടിപ്പിടിക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് വേറൊരാൾ വേണം. അതിനാണ് മനുഷ്യന്മാർ. ചില പാരൻസ് ഇങ്ങനെ പറയുക, ഈ ടീനേജിൽ എത്തുന്ന സമയത്ത് മക്കൾക്കുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച്, അല്ലേ? അവരുടെ സ്വഭാവം തന്നെ മാറുന്നുണ്ടാവും. അവർക്ക് ദേഷ്യം വരും, അവർ ഭയങ്കര ഇമോഷണലാവും, അവർ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കും, അല്ലേ? പിന്നെ അവരുടെ സിബ്ലിങ്സിന്, അനിയത്തി അല്ലെങ്കിൽ അനുജനോടൊക്കെ ഭയങ്കര വേറൊരാളായി മാറും, ദേഷ്യപ്പെടും. ഇങ്ങനെയൊക്കെ ആ കുട്ടിയിൽ ഭയങ്കര മാറ്റം ഇങ്ങനെ ഉണ്ടാവും. എന്താ ചെയ്യുക? ഭയങ്കര ക്രൂഷ്യലായ പീരീഡാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. ആ കുട്ടിക്ക് ആ കുട്ടിയുടേതായ സ്ട്രെസ് ഉണ്ട്. അപ്പം എൻ്റെ മുന്നിൽ ഇത്രയും സഹോദരിമാരിക്കുണ്ടല്ലോ ഈ ഹാള് നിറയെ. ഒരു സ്ത്രീയായി ജനിച്ചത് കൊണ്ട്, ഉള്ളിലൊരു ഗർഭപാത്രം ഉള്ളത് കൊണ്ട്, ഒരു 14-13 വയസ്സ് മുതൽ ഓരോ മാസവും നിങ്ങൾ കടന്നു പോകുന്നൊരു 7 ദിവസമുണ്ട്. നിങ്ങൾക്കറിയാലോ അതെന്താണ്? നിങ്ങളല്ലാതായി മാറും. അതിന് മുമ്പുള്ള ആളല്ല, അതിന് ശേഷമുള്ള ആൾ. ആകെ മാറും, സ്വഭാവം മാറും, വീക്കാവും, സ്ട്രെസ് വരും, മൂഡ് സ്വിങ്സ് വരും, ഒക്കെ വരും. അതെന്തുകൊണ്ടാണ്? സംഭവം എന്താ? നിങ്ങളുടെ ഉള്ളിൽ ചില ഹോർമോണിൻ്റെ മാറ്റങ്ങൾ വരുന്നുണ്ട്, അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ ഹോർമോണിൻ്റെ ചില മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അത് പുറത്തേക്ക് കാണുന്നതാണ് അതൊക്കെ. ഇത് പുരുഷന്മാർക്കുണ്ടോ? ഉണ്ടോ? ഒറ്റ പ്രാവശ്യം. അതാണ് ടീനേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കുട്ടിയെ നമ്മൾ എത്ര മനസ്സിലാക്കണം? അവനെ മനസ്സിലാവില്ല. ആ കുട്ടിക്ക് അവനെ തന്നെ മനസ്സിലാവില്ല. എനിക്ക് എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കണമെന്ന് അവനെന്നെ മനസ്സിലാവില്ല. കാരണം അവനിങ്ങനെ നോക്കുമ്പോൾ അവൻ വലിയൊരാളായി മാറുന്നു. പക്ഷെ വീട്ടിലെല്ലാവരും അവനെ കുട്ടിയായിട്ടും കാണുന്നു. അതാണ് ടീനേജ് എന്ന് പറയുന്നത്. ആ കുട്ടിയെ നിങ്ങൾ ഒന്നും പറയണ്ട, ഇടയ്ക്കിടയ്ക്ക് ആ കുട്ടിയെ ഒന്ന് വെറുതെ ഒന്ന് കെട്ടിപ്പിടിച്ച് നിന്നോക്കൊണ്ടു. ഒന്നും പറയണ്ട. കുറച്ചു നേരം അവനെ ഇങ്ങനെ ഹഗ് ചെയ്ത് നിന്നോക്കൊണ്ടു. അവൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറയും. അവനൊന്നും പറയൊന്നുമില്ല. അങ്ങനെ ലോകത്ത് വേറെ എവിടുന്ന് കിട്ടാത്ത ഒന്ന് നമ്മളെ ഈ വീടിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുകയാണ്. പരീക്ഷയ്ക്ക് ഇറങ്ങി പോകുന്നൊരു കുട്ടിയോട് പഠിച്ചോ, പുസ്തകം എടുത്തോ, എന്താണ് പേന എടുത്തോ, പേപ്പർ എടുത്തോ എന്നൊക്കെ ചോദിക്കില്ലേ? അത് ചോദിക്കണ്ട, അതൊക്കെ കുട്ടി എടുത്തോളൂ. കുറച്ചു നേരം ആ കുട്ടിയെ ഒന്ന് കെട്ടിപ്പിടിച്ചിങ്ങനെ നിന്ന് നോക്കുള്ളൂ.
ആ കുട്ടിയുടെ ഉള്ളിങ്ങനെ തണുക്കും. അത് വേറെ എവിടെ നിന്ന് കിട്ടൂലല്ലോ, അങ്ങാടിയിൽ നിന്ന് കിട്ടൂലല്ലോ, അത് സ്കൂളിൽ നിന്ന് കിട്ടൂലല്ലോ, അത് കിട്ടേണ്ട സ്ഥലമല്ലേ ഇത്. ആ കുട്ടിക്ക് ഇമോഷണലി കിട്ടേണ്ട ഒരു സാധനമുണ്ട്, അത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നതാണ്. സ്കൂൾ പോലെ തന്നെ ആണ് വീടുമെങ്കിൽ, ടീച്ചറെ പോലെ തന്നെയാണ് ഉമ്മയെങ്കിൽ, മാഷെ പോലെ തന്നെയാണ് വാപ്പയെങ്കിൽ, ആ കുട്ടിക്ക് പിന്നെ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുക? സ്കൂളിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷനാണ് പൊതുവെ വീട് അല്ലേ? ആ പുസ്തകം കൊണ്ടാണ് വീട് വരുന്നത്. ടീച്ചറെ പെരുമാറും പോലെ തന്നെ ഏകദേശം ഉമ്മയും പെരുമാറും, മാഷ് പെരുമാറും പോലെ തന്നെ വാപ്പയും പെരുമാറിയാൽ ഈ കുട്ടിക്ക് നഷ്ടപ്പെടുന്ന ഒരു വലിയ സാധനം ഉണ്ടാവില്ലേ, ഒരു വലിയ വാക്യൂം ഉണ്ടാവില്ലേ? അപ്പൊ എന്തിനാണ് വീട് എന്ന് പറഞ്ഞാൽ, നമ്മുടെ കൂടെയുള്ള മനുഷ്യന്മാര് അതൊരു ചെറിയ കുട്ടിയിരുന്നാൽ പോലും, പ്രായമേറെയുള്ളൊരു വാപ്പയോ ഉമ്മയായിരുന്നാൽ പോലും, ഓരോ സമയത്ത് മനുഷ്യന് ഓരോ ഫീലിങ്സ് ഉണ്ട്. വല്യമ്മാൻ്റെ ഫീലിങ്സ് അല്ല ഈ കുട്ടിക്ക് ഉണ്ടാവുക, കുട്ടിയുടെ ഫീലിംഗ് അല്ല അവിടെയുള്ള പൂർണ്ണ ഗർഭിണിയായ ഒരു ആൾക്കുണ്ടാവുക. അവരുടെ പിന്നെ സ്ട്രെസ്സോ അവരുടെ ഫീലിങ്സോ അല്ല ടീനേജിലുള്ള ഒരാൾക്കുണ്ടാവും. ഓരോ ആൾക്കും ഓരോ സ്ട്രെസ്സല്ലേ. അടുക്കളയിലോ ജോലിക്കോ പോകുന്ന ആ വീട്ടമ്മയ്ക്കുള്ള സ്ട്രെസ്സല്ല ആ വീട്ടുകാരനായ ആൾക്കുണ്ടാവുക. ഓരോ ആൾക്കും സ്ട്രെസ് ഉണ്ടാവും, അവരുടേതായ ഫീലിങ്സ് ഉണ്ടാവും. ഇതിങ്ങനെ കോർത്തിണക്കുമ്പോഴാണ്, ഇത് ഒരാൾ മാത്രം വിചാരിച്ചാലും പോരാ, എല്ലാവരും ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോഴാണ് ആ വീടിൻ്റെ ഉള്ളിൽ സമാധാനം ഉണ്ടാവും. എല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരാൾ എന്തോ പറഞ്ഞു, മറ്റേയാൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, അയാൾ തിരിച്ചും പറഞ്ഞു, അയാൾ തിരിച്ചും പറഞ്ഞു, ഇയാൾ തിരിച്ചും പറഞ്ഞു, ആകെ പ്രശ്നമായി, ബഹളായി. ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയും എനിക്ക് ഭക്ഷണം വേണ്ട, അയാൾ ഭക്ഷണം കഴിക്കാതെ പോകും. അപ്പം മറ്റേയാൾ പറയുന്നത് എനിക്കും വേണ്ടെന്ന്. അന്ന് ആരും അവിടെ ഭക്ഷണം കഴിക്കില്ല. പിറ്റേ ദിവസം ഉമ്മ ആ ചോറും കറിയും പട്ടിക്കോ പൂച്ചക്കോ ഇട്ട് കൊടുക്കും. ആ ഇട്ട് കൊടുക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണമല്ല, ഒരു വീടിൻ്റെ സമാധാനമാണ്, ഒരു വീടിൻ്റെ സമാധാനം. ഒരാളൊന്നും മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു, ആ സമാധാനം കിട്ടുമായിരുന്നു. മറുപടി ഇല്ലായിട്ടല്ല, മറുപടിയൊക്കെ ഉണ്ട്, എന്നാലും ആ വീടിൻ്റെ സമാധാനത്തിന് വേണ്ടി ഒന്നും മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. അവിടെയുള്ള ആ ചെറിയ കണ്ണുകളില്ലേ കുട്ടികൾ, അവരൊന്ന് സമാധാനത്തിൽ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഒന്നും മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. ഇതാണ് വീടിൻ്റെ സമാധാനം എന്ന് പറഞ്ഞാൽ ഓരോ ആളുടെയും കയ്യിലാണ്, ഒരാളുടെ കയ്യിലല്ല. ചെങ്ങല പോലെ തന്നെ ഒരു കണ്ണി വേറൊരു കണ്ണിയോട് ഇങ്ങനെ കെട്ടി നിൽക്കുന്ന പോലെ, ഒരു കണ്ണി കേട് വന്നാൽ ആ ചെങ്ങലയുടെ മുഴുവൻ ശക്തി ഇല്ലാതായി പോകും. അപ്പൊ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മുടെ കൂടെയുള്ള ആ കുറച്ച് മനുഷ്യന്മാര് ഈ ഭൂമിയിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യന്മാരായി മാറുക. അവരുടെ സ്ട്രെസ്സാവാം, അവരുടെ സന്തോഷങ്ങളാവാം, അവരുടെ സങ്കടങ്ങളാവാം, അവരുടെ ആവശ്യങ്ങളാവാം, അവരുടെ ചെറിയ ചെറിയ രസങ്ങളാവാം, ഒക്കെ അതിൽപ്പെടും. നമ്മൾ കാരണം അതൊന്നും തടവിലിടാൻ പാടില്ല. അവർക്കിങ്ങനെ തുറന്നു കൊടുക്കേണ്ട ആൾക്കാരാണ് നമ്മൾ. ടൈം എന്നാണ് ഇംഗ്ലീഷിൽ ഒരു വാക്കിന് രണ്ടർത്ഥമുണ്ട്. ചില വാക്കുകൾ അങ്ങനെയുണ്ട്. അതിൽ പെട്ടൊരു വാക്കാണ് പ്രസൻറ്റ്. പ്രസൻറ്റ് രണ്ടർത്ഥമല്ലേ? ഒന്നെന്താ സമ്മാനം അല്ലേ, ഒന്നെന്താ സാന്നിധ്യം. ഇവിടെ ഉണ്ടെന്ന് അല്ലേ, നിങ്ങൾ ടീച്ചർ പേര് വിളിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയുക? പ്രസൻറ്റ്. ഞാൻ ഇവിടെ ഉണ്ടെന്ന്, ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ളതിനും എന്താ പറയുക? പ്രസൻറ്റ് എന്ന് പറയുക. ഒരു സമ്മാനം കൊടുക്കുന്നതിനും പ്രസൻറ്റ് എന്ന് പറയുക. ഞാൻ ഉണ്ടാവുക എന്നുള്ളതാണ് ഒരാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം. അതാണ് ആ രണ്ട് വാക്കും തമ്മിലുള്ളൊരു ഇൻ്റർ കണക്ഷൻ ഉണ്ട്. ഒരാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമയം, ഏറ്റവും നല്ല സമ്മാനം നമ്മുടെ സമയമാണ്, ക്വാളിറ്റിയുള്ള. എൻ്റെ കൂടെ ജീവിക്കുന്ന ആൾ എന്നോട് പറയാം, നിങ്ങളോട് എനിക്ക് കുറച്ച് വർത്തമാനം പറയാനുണ്ട്, സംസാരിക്കാനുണ്ട് എന്ന് എന്നോട് പറയുമ്പോൾ ഞാൻ പറയാം, എന്നാൽ ശരി നമുക്ക് 5 മണി മുതൽ ഇരിക്കാം, ഏതെങ്കിലും കോഫി ഷോപ്പിൽ പോവാം, അല്ലെങ്കിൽ അവിടെ ഇരിക്കുക, പുഴയുടെ അടുത്ത് പോവുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ 5 മണി മുതൽ ഇങ്ങനെ ഇരിക്കുക എന്ന് വിചാരിച്ചു, വർത്തമാനം പറയാൻ വേണ്ടി. അവർക്കെന്തോ പറയുന്നുണ്ട്. അപ്പം 5 മണി മുതൽ അവരിങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കുകയാണ്. പക്ഷെ കേൾക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഫോണുണ്ട് എന്ന് വിചാരിച്ചു. ഞാൻ അയാൾക്ക് എൻ്റെ ഐ കോണ്ടാക്ട് പോലും കൊടുക്കില്ല, വല്ലപ്പോഴും ആ മുഖത്തേക്ക് നോക്കണം. അയാൾ അങ്ങനെ പറയുന്നുണ്ട്, ഞാനത് ശ്രദ്ധിക്കുന്നൊന്നുമില്ല. കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, കുറച്ചൊക്കെ കേട്ടു, എന്താ കുറച്ച് പേരുകളൊക്കെ പറഞ്ഞു, എന്തോ ഒരു പ്രശ്നം അയാൾക്ക് ഉണ്ടെന്ന് മനസ്സിലായി, അത്രയേ ഉള്ളൂ. പറഞ്ഞതൊന്നും ശരിക്കും കേട്ടില്ല, കാരണം എൻ്റെ മനസ്സവിടെ ഇല്ല.
അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഞാൻ സമയം കൊടുത്തിട്ടുണ്ട്, പക്ഷേ നല്ല സമയം കൊടുത്തിട്ടുണ്ട്. നല്ല സമയം എന്ന് പറഞ്ഞാൽ എന്താ? അതിന് മനസ്സിലാക്കാവുന്ന നമ്മൾ പ്രാക്ടീസ് ചെയ്യാറുള്ളൊരു കാര്യം എന്താ അറിയോ? നിസ്കാരങ്ങളാണ്. നിസ്കാരം ശരിക്കും എന്താണെന്നറിയോ? പടച്ചോന് നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റിയുള്ള സമയം. ശരിക്കും നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? പടച്ചോൻ നമ്മളോട് പറയാം, എടാ നിനക്ക് നല്ല തിരക്കുണ്ടെന്ന് എനിക്കറിയാം, ഭൂമിയിൽ നിനക്ക് കുറേ കാര്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം, എന്നാൽ ഇത് 5 നേരം വന്നിട്ട് എന്നോട് വർത്താനം പറയണം കേട്ടോ. അതാണ് നിസ്കാരങ്ങൾ. സൂഫികൾ പറയും സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പടച്ചോന് ഉമ്മ കൊടുക്കലാണ്. സുജൂദ് ഉമ്മയും ചുംബനവും ഏകദേശം ഒരേപോലെയല്ല അല്ലേ? സുജൂദും ചുംബനവും ഒരുപോലെയാണ്. അപ്പൊ സുജൂദ് എന്ന് പറഞ്ഞാൽ പടച്ചോന് ഉമ്മ കൊടുക്കണ പോലെയല്ലോ. അപ്പൊ ഈ തിരക്കിനിടയിൽ, ഭൂമിയിലെ തിരക്കിനിടയിൽ 5 നേരം കൃത്യമായ ഒരാൾ സമയം കണ്ടെത്തി പടച്ചോനോട് വർത്താനം പറഞ്ഞ് ഉമ്മ കൊടുത്ത് പിരിയുന്ന ക്വാളിറ്റിയുള്ള സമയം. അതൊരാൾക്ക് കുഴപ്പത്തിലായാലോ, ഒരാളുടെ നിസ്കാരം കുഴപ്പത്തിലായാലോ, ഉറപ്പായിട്ടും അയാളും പടച്ചോനും തമ്മിലുള്ള കണക്ഷൻ കേടുവരും. അത്രയും. അപ്പം എനിക്ക് പടച്ചോനോട് എങ്ങനെ ഇപ്പോഴുള്ള ബന്ധം എങ്ങനെയുണ്ട് എന്നറിയാൻ ഏറ്റവും നല്ല മാർഗം എന്താ? എൻ്റെ നിസ്കാരം എങ്ങനെ ഉണ്ട് നോക്കിയാൽ മതി. നിസ്കരിക്കണ്ടെന്നല്ല, നമ്മൾ നിസ്കരിക്കണ്ടോ, അതല്ല, നമ്മുടെ നിസ്കാരം എങ്ങനെയുണ്ട് നോക്കിയാൽ മതി. അതിൻ്റെ സമയമാവട്ടെ, അതിലുള്ള മൈൻഡ്ഫുൾനെസ് ആവട്ടെ, അതിനോടുള്ളൊരു ഇഷ്ടമാവട്ടെ, ഒക്കെ അതിൽ വിടും. ഇപ്പം എങ്ങനെയുണ്ട് നോക്കിയാൽ പഠിച്ചോണ്ട് നമ്മളുടെ ഒരു കണക്ഷൻ എങ്ങനെയുണ്ട് എന്ന് പെട്ടെന്ന് അറിയാൻ കഴിയും. ഇത് പഠിച്ചോണ്ട് നമ്മൾ തമ്മിലുള്ള ഒരു കണക്ഷനെ നന്നാക്കുന്നത് ആ ടൈമാണ്. ഇതേപോലെ തന്നെയാണ് മനുഷ്യനും നമ്മളും തമ്മിലുള്ള ബന്ധവും നന്നാവുന്നത് ഈ നല്ല സമയം കണ്ടെത്തുമ്പോൾ. ഇല്ലെങ്കിലോ അത് കുഴപ്പത്തിലോ അവിടെ സമാധാനത്തിൻ്റെ അംശങ്ങൾ കുറയും. നല്ല ബന്ധങ്ങളില്ലെങ്കിൽ ഒരാൾ എന്താ ആഗ്രഹിക്കുക എന്നറിയോ? മരിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കും. മരിച്ചാൽ മതി എന്നൊന്നും ആഗ്രഹിക്കും. നല്ല കുടുംബ ബന്ധം, നല്ല ജീവിത സാഹചര്യം, നല്ല സമാധാനം ഒരാൾക്ക് വീട്ടിലില്ലെങ്കിൽ അയാൾ ഉറപ്പായിട്ടും ആഗ്രഹിക്കും മരിച്ചാൽ മതി എന്നൊന്നും ആഗ്രഹിക്കും. അപ്പം ജീവിക്കണമെങ്കിൽ എന്ത് വേണം? അപ്പം ജീവിക്കണമെങ്കിൽ എന്ത് വേണമെന്നാ നമ്മളതിന് മനസ്സിലാക്കുന്നത്? നല്ല ബന്ധങ്ങൾ വേണം, നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന മനുഷ്യന്മാർ വേണം. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പഠിച്ചു പറഞ്ഞു വല്ലാത്തൊരു വാക്കാണ് കേട്ടോ അത്. ഇങ്ങനെയായിരുന്നു, ഫലഅല്ലക ബാഖിഉ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസി അല്ലേ? കെഫിലല്ലേ അല്ലേ? എന്താണ് ഇങ്ങനെ തുടങ്ങി? ഫലഅല്ലക ബാഖിഉ നഫ്സക, പ്രവാചകരെ നിങ്ങളെ തന്നെ നശിപ്പിച്ചു കളയുന്നു. ബാഖിഉ നഫ്സക പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നതാണ്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹിയോട് പറയണത് പ്രവാചകരെ നിങ്ങളുടെ ജീവനെ തന്നെ നശിപ്പിച്ചേക്കാം. ഇല്ലം യുഅ്മിനു ബിഹാ, എന്താണ്? വലഅല്ലക ബാഖിഉ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസി അസഫ. വിശ്വസിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ച ആളുകൾ നിങ്ങളെ തള്ളി പറഞ്ഞാൽ, നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിച്ച മനുഷ്യന്മാര് നിങ്ങളെ തള്ളി പറഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കണ്ട തോന്നുന്നു. അപ്പം നമ്മളെ കുറിച്ച് ആലോചിച്ചു, നമ്മളെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ച മനുഷ്യന്മാർ നമ്മളെ കൂടെ നിന്നിട്ടില്ലെങ്കിൽ, നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമെന്ന് വിചാരിച്ച മനുഷ്യന്മാർ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ, അങ്ങനെ റസൂലുള്ളാഹിയെ അത്രയും കാലം അവർ വിളിച്ചത് എന്താ? അൽ-അമീൻ എന്ന് വിളിച്ചത്. അൽ-അമീൻ എന്ന് പറഞ്ഞാൽ എന്താ? സത്യം മാത്രം പറയുന്ന ആളെന്നല്ലേ. അപ്പോൾ റസൂലുള്ളാഹി എന്തായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക? പിന്നെ പ്രവാചകനാണെന്ന് പറഞ്ഞാൽ അവർക്ക് ഉറപ്പാണ് അദ്ദേഹം സത്യമല്ലേ പറയുള്ളൂ. അവരുടെ മനസ്സിൽ മുഹമ്മദ് എന്ന് പറഞ്ഞ ആൾ സത്യമല്ലേ പറയുള്ളൂ. അപ്പം ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞാൽ അതും വിശ്വസിക്കൂലേ? ഇത് പ്രവാചക തിരുമേനി ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പ്രവാചകനാണെന്ന് അവരോട് പറഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞ്? മുഹമ്മദിന് ഭ്രാന്താണ്. ഇതിനെക്കുറിച്ചാണ് പറയണത്. വിശ്വസിക്കുമെന്ന് വിചാരിച്ച മനുഷ്യന്മാർ തള്ളി പറഞ്ഞാൽ, കൂടെ നിൽക്കും എന്ന് വിചാരിച്ച മനുഷ്യന്മാർ കൂടെ നിന്നിട്ടില്ലെങ്കിൽ മനുഷ്യന് ജീവിതം മടുക്കും. അഷ്റഫുൽ ഖൽഖായ ഭൂമിയിൽ പടച്ചോൻ സൃഷ്ടിച്ച ഏറ്റവും വലിയ സൃഷ്ടിയോടെ പറയുന്നത്, പ്രവാചകരെ നിങ്ങളുടെ ജീവന് നിങ്ങൾ തന്നെ ആപത്ത് വരുത്തിയേക്കാം അവരെ നിങ്ങളെ തള്ളിപ്പറയുന്നതിൻ്റെ പേരിൽ.
അപ്പം മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം അയാളിങ്ങനെ കൂടെ നിർത്തുക എന്നുള്ളത്. അയാൾക്ക് തെറ്റുകളൊക്കെ പറ്റും, എന്താണ് അയാൾക്ക് അബദ്ധങ്ങൾ വരും. കാരണം എന്താ, അയാൾ പ്ലാസ്റ്റിക് അല്ല, അയാളൊരു ടോയ് അല്ല, അയാൾ ഇരുമ്പോണ്ടോ കല്ലുകൊണ്ടോ ഉണ്ടാക്കിയല്ല മനുഷ്യൻ. ബൈബിളിൽ ഒരു സ്റ്റോറിയുണ്ട്. പിന്നെ ഒരു രാജാവിൻ്റെ ശില്പം ഒരു പ്രവാചകൻ ഉണ്ടാക്കുന്നത് സ്വപ്നം കാണുന്നതാണ്. ഉണ്ടാക്കിയിട്ടില്ല, സ്വപ്നം കാണുന്നതല്ല. എന്താണെന്നറിയോ, രാജാവിൻ്റെ ശില്പം ഉണ്ടാക്കുക. രാജാവിൻ്റെ ശില്പം ഉണ്ടാക്കുന്നത് ഇരുമ്പുണ്ടാവും. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇരുമ്പുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി 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 വന്ന് അവസാനം ഒരവയവം മാത്രം ഉണ്ടാക്കുന്നത് ഇരുമ്പ് കൊണ്ടല്ല, മാത്രമല്ല കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്നത്. ഏതാണെന്നറിയോ, കാൽപാദം, ഫീറ്റ്. കാൽപാദം ഉണ്ടാക്കിയത് കളിമണ്ണുകൊണ്ടും ബാക്കിയുള്ളതൊക്കെ ഇരുമ്പ്. ശരിക്കും കാൽപാദമാണ് ഇരുമ്പോണ്ട് ഉണ്ടാക്കേണ്ടത്. ശരീരത്തിൻ്റെ മുഴുവൻ ഭാരവും കിട്ടുന്നത് കാൽപാദത്തിനാവുമല്ലോ. പകരം കാൽപാദം മാത്രം കളിമണ്ണും ബാക്കിയുള്ളതൊക്കെ ഇരുമ്പും. എന്താ സംഭവം? എന്താ എത്ര വലിയ മനുഷ്യനാണെങ്കിലും, എത്ര മഹാനായ മനുഷ്യനാണെങ്കിലും, എത്ര ഭക്തയായ മനുഷ്യനാണെങ്കിലും, മനുഷ്യനാണോ, അയാളുടെ കാൽപാദം കളിമണ്ണാണ്. ചെറിയൊരു കല്ലിൽ തട്ടുമ്പോഴേക്ക് പൊടിഞ്ഞു പോകുന്ന കളിമണ്ണ് പോലെയാണ്. ചെറിയൊരു പ്രലോഭനം വരുമ്പോഴേക്ക്, ചെറിയൊരു കാഴ്ച വരുമ്പോഴേക്ക്, ചെറിയൊരു കാര്യം ഓർക്കുമ്പോഴേക്ക്, ചെറിയ ഒരു കാര്യത്തിൽ ഇടപെടുമ്പോഴേക്ക് ഇങ്ങനെ പതറിപ്പോകുന്ന മനസ്സാണ് മനുഷ്യൻ. കാൽപാദം കളിമണ്ണ്. പഴയൊരു പാട്ടുണ്ട്, അച്ഛൻ മരിച്ചതിൻ്റെ പിറ്റേന്ന് മകൻ പാടുന്ന പാട്ടാണ്. അച്ഛൻ മരിച്ചതിൻ്റെ സങ്കടത്തിൽ മകൻ പാടുന്ന പാട്ടാണ്. അതിലൊരു വരി ഇങ്ങനെയാ: കുഞ്ഞിക്കാലടി ഓരടി തെറ്റുമ്പോൾ കൈ തന്ന് കൂടെ വന്നു. ഉള്ളിനുള്ളിലെ അക്ഷരപ്പൂട്ടുകൾ ആദ്യം തുറന്നു തന്നു. അതാണ് ആദ്യം പറഞ്ഞത്. ഉള്ളിൽ കുറേ അക്ഷരങ്ങളുടെ പൂട്ടുണ്ടായിരുന്നു, അതൊക്കെ തുറന്നു തന്നിട്ട് അക്ഷരങ്ങൾ എന്താണെന്ന് മനസ്സിലായി. പിന്നെ പറയാം, കുഞ്ഞിക്കാലടി ഓരടി തെറ്റുമ്പോൾ കൈ തന്ന് കൂടെ വന്നു. കുട്ടി നടക്കാൻ പഠിക്കുമ്പോൾ ഇടയ്ക്ക് കുട്ടി വീഴും. ആ സമയത്ത് ആ കുട്ടി വീഴാൻ പോകുന്നതേ ഉള്ളൂ, വീണിട്ടില്ല, വീഴാതെ ഒരാൾ പിടിച്ചു, അച്ഛൻ. ഈ കുഞ്ഞിക്കാലടി മാത്രമല്ല തെറ്റിപ്പോവുക, വലിയ കാലടികളും തെറ്റും. എത്ര വലിയ മനുഷ്യനായാലും, എത്ര മഹാനായ മനുഷ്യനാണെങ്കിലും, എത്ര ഭക്തയായ മനുഷ്യനാണെങ്കിലും അബദ്ധങ്ങൾ വരും, തെറ്റുകൾ വരും. ആ മനുഷ്യൻ്റെ കൂടെ നിൽക്കലാണ്. അതാണ് സംഭവം. തെറ്റൊന്നും ചെയ്യാത്ത മനുഷ്യൻ്റെ കൂടെ നിൽക്കുന്നത്, പോരായ്മകളൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ്റെ കൂടെ നിൽക്കാൻ എളുപ്പമല്ലേ? കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ള, പോരായ്മകളൊക്കെ ഉള്ള ഒരു മനുഷ്യനെ വിടാതെ പിടിക്കലാണ് പഠിച്ചവനെ നിനക്ക് സ്തുതി. ഇടതടവില്ലാതെ ഈ ശ്വാസം അവസാന നിമിഷം വരെ ഞങ്ങൾക്കും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്കും നീ ചൊരിഞ്ഞു നൽകണമേ. ഇല്ലാത്തത്രയും രസത്തോടെ ആ ശ്വാസത്തെ കുറച്ചു നേരം ഒന്ന് അനുഭവിക്കുക. ശ്വാസത്തെ ഒന്ന് ശ്രദ്ധിച്ച് ആസ്വദിക്കുക. ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും ശ്വാസത്തിൻ്റെ രസമെത്തുന്ന അത്രയും ഡീപ്പായിട്ട് ആ ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുകയും ആസ്വദിക്കുകയും പുറത്തേക്ക് ഇങ്ങനെ അത്ര തന്നെ രസത്തിൽ ആസ്വദിച്ച് ശ്വാസം എന്നൊരു അനുഗ്രഹത്തെ അനുഭവിക്കുക. ഈ ആയുസ്സിൽ പഠിച്ചോൻ നമുക്ക് തന്ന മനുഷ്യരിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യന്മാരെ ഒന്ന് മനസ്സിൽ ഓർത്തെടുക്കുക. 800 കോടി മുഖങ്ങളിൽ നിന്ന് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ആ കുറച്ച് മുഖങ്ങൾ ഇങ്ങനെ ഓർത്തെടുക്കുക.
പോരായ്മകളുള്ള, തെറ്റുകൾ പറ്റാവുന്ന, ദൗർബല്യങ്ങളുള്ള സാധാരണ മനുഷ്യൻ. മാലാഖമാരല്ല മനുഷ്യർ, മലക്കുകളല്ല, വെറും മനുഷ്യർ. ആ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യന്മാർ ഇപ്പം നമ്മുടെ മുന്നിലുള്ളതുപോലെ ഒന്ന് സങ്കല്പിക്കുക. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമ്മുടേത് എന്ന് പറയാവുന്ന ആ 1, 2, 3, 4 മനുഷ്യന്മാർ ഇപ്പം നമ്മുടെ മുന്നിലുള്ളതുപോലെ ഒന്ന് സങ്കല്പിക്കുക. മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അവരോട് നന്ദി പറയാം, താങ്ക് യു എന്ന് പറയാം, നന്ദി എന്ന് പറയാം. നിങ്ങൾ ഈ ലോകത്തേക്ക് വന്നതിന് നന്ദി, എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് നന്ദി, എന്നെ മനസ്സിലാക്കിയതിന് നന്ദി, എന്നെ സ്നേഹിച്ചതിന് നന്ദി. നമ്മുടെ മുന്നിലുള്ള ആ മനുഷ്യർ വെറും സാധാരണ മനുഷ്യരാണ്. അവരെ ജീവിതത്തിൽ എന്നും വിടാതെ സൂക്ഷിക്കുമെന്നും അവരുടെ എല്ലാ പോരായ്മകളോടെയും അവരെ സ്നേഹിക്കുമെന്നും മനസ്സിലൊന്ന് ഓർത്ത് പറയാം, മനസ്സിൽ പറയാം. ഞാൻ അവരെ മനസ്സിലാക്കും, ഞാൻ അവരുടെ കൂടെ നിൽക്കും, ഞാൻ അവരെ സ്നേഹിക്കും, അവരുടെ ഒപ്പം ഉണ്ടാവും. അതൊക്കെ സന്തോഷത്തോടെ കണ്ണു തുറക്കാം. ശ്രമിച്ചോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി നമുക്ക് ചെലവഴിക്കും. ഇത്രയേറെ എന്നെ ശ്രദ്ധിക്കുന്ന ഒരു സദസ്സിൽ ഞാൻ ഇത്ര കാലം സംസാരിച്ചിട്ടില്ലല്ലോ. സത്യം പറയാൻ ഓരോ ആളും അങ്ങനെയാണ്. ഇവിടുന്ന് നോക്കുമ്പോഴാണ് ഇത് കാണാൻ. താങ്ക് യു. സ്പിരിച്വാലിറ്റിയെ പറ്റിയിട്ട് ഒരുപാട് പറയുന്നത് കേൾക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഇപ്പോൾ സ്പിരിച്വാലിറ്റിയെ പറ്റിയിട്ട് ഒരുപാട് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ വേദിയിൽ കാര്യങ്ങളൊന്നും കേട്ടില്ല. അതിനെപ്പറ്റി പറഞ്ഞാൽ അദ്ദേഹം മനുഷ്യനെ കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം പറയാം, എ റിലീജിയസ് മാൻ മീൻ നോട്ട് ബി എ സ്പിരിച്വൽ മാൻ. ഒരാൾക്ക് മതമുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരാൾക്ക് ആത്മീയത ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താ? ഒരാള് മതപരമായ കാര്യങ്ങൾ നിർവഹിക്കും, നിസ്കരിക്കാൻ, നോമ്പൊലിക്കുക, അല്ലെ, നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യും. അതേസമയം അയാൾ കാത്തു സൂക്ഷിക്കുന്ന കുറച്ച് വാല്യൂസ് ആണ് ആത്മീയത എന്ന് വേണമെങ്കിൽ പറയാം. ഒരാൾ ശരിക്കും നിസ്കരിക്കുന്ന നോമ്പൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അയാളുടെ കുടുംബത്തെ നോക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഉമ്മനോടും വാപ്പനോടും ശരിക്ക് നല്ല രീതിയിൽ സംസാരിക്കുന്നില്ലെങ്കിൽ, അയാൾ മനുഷ്യന്മാരോട് ശരിക്കും പെരുമാറുന്നില്ലെങ്കിൽ, അയാളുടെ കീശയിലുള്ള പൈസ നല്ലതല്ലെങ്കിൽ, അയാൾ നിസ്കരിക്കുന്ന നോമ്പൊക്കെ ചെയ്യുന്നുണ്ട്, അയാളൊരു മതമുള്ള മനുഷ്യനാണ്, പക്ഷെ അയാളുടെ ഉള്ളിൽ എന്തില്ല? നേരത്തെ പറഞ്ഞ ആത്മീയതയുടെ അളവ് കുറഞ്ഞുപോയി. അതാ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു വന്ന ആളുടെ പേരെന്താ? നാഥുറാം വിനായക് ഗോഡ്സെ. കൃത്യമായി അമ്പലത്തിൽ പോകുന്ന മനുഷ്യനായിരുന്നു, ഒരു വക്കീലായിരുന്നു. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് വണ്ടി കയറുമ്പോൾ തീവണ്ടിയിലാണ് വരുന്നത്. സന്യാസിമാരൊക്കെ വന്നിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ആരതി ഒഴിഞ്ഞിരുന്നു. എല്ലാ മതപരമായ ചടങ്ങുകളോടെയുമാണ് അയാൾ ആ വണ്ടിയിലേക്ക് കയറുന്നത്. വണ്ടിയിലേക്ക് കയറിയ മനുഷ്യൻ്റെ അരയിൽ എന്തുണ്ടായിരുന്നു? ചെറിയൊരു തോക്കുണ്ടായിരുന്നു. ആ തോക്ക് കൊണ്ട് അദ്ദേഹം വെടിവെച്ച് കൊന്നത് ആരെയാ? അതേപോലെ തന്നെ അമ്പലത്തിൽ പോകുന്ന, ചെയ്യുന്നതൊക്കെ ചെയ്യുന്ന വേറൊരു മനുഷ്യനെയാണ്. അപ്പോൾ ഒരു മനുഷ്യന് മതമുണ്ട്, മറ്റൊരു മനുഷ്യന് ആത്മീയതയുണ്ട്. എന്നാണ് വ്യത്യാസം. ഗാന്ധിജിക്കും ഗോഡ്സെക്കും ഒരേ മതമാണ്, പക്ഷെ ഒരേ ആത്മീയതയല്ല. ആത്മീയത എന്ന് പറഞ്ഞാൽ വേറെ ഒന്നാണ്.
അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിസ്കരിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, നിസ്കാരം അത്രയും പ്രധാനമാണ്. പക്ഷേ ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലെങ്കിലോ, അയാൾ ഇരുന്ന് നിസ്കരിച്ചാൽ മതി. ഇരുന്ന് നിസ്കരിക്കാൻ കഴിയില്ലെങ്കിലോ കിടന്ന് നിസ്കരിച്ചാൽ മതി. കിടന്നു പോലും ഒരാൾക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മനസ്സുകൊണ്ട് നിസ്കരിച്ചാൽ മതി. പോരെ? നോമ്പ് നോൽക്കാൻ, നോമ്പിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ പഠിച്ചോണ്ട് എന്താ പറഞ്ഞ, നിങ്ങൾ രോഗിയാ എന്നപ്പോൾ വേണം, നിങ്ങൾ യാത്രക്കാരനാ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മതി എന്ന് പറയണം. എന്നാൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇളവുകൾ ആണ്, ഇളവുകൾ, റിഡക്ഷൻസ് ആണ്. നിസ്കാരം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിന് ഇളവുണ്ട്. നോമ്പ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിന് ഇളവുണ്ട്. ഇല്ലേ? അല്ലേ? കള്ളം പറയുന്നതിന് ഇളവുണ്ടോ? ഉണ്ടോ? ഒരാളെ കുറ്റം പറയുന്നതിന് ഇളവുണ്ടോ? ഒരാളെ പരിഹസിക്കുന്നതിന് ഇളവുണ്ടോ? മരിക്കാൻ കിടക്കുന്ന ഒരാൾക്കും നിസ്കരിക്കുക എന്നുള്ളത് മനസ്സുകൊണ്ട് നിസ്കരിച്ചാൽ മതി, അല്ലെങ്കിൽ കിടന്നുകൊണ്ട് നിസ്കരിച്ചാൽ മതി. അതിന് ഇളവ് കൊടുത്തു. നിസ്കരിക്കണം എന്നുള്ളത് അതിന് ഇളവുകളുണ്ട്, എന്തെങ്കിലുമൊക്കെ ഇളവുകളുണ്ട്. പക്ഷെ കള്ളം പറയാന്നുള്ളതിന് ഇളവില്ല. അയാൾ മരിക്കുന്ന നിമിഷവും കള്ളം പറയാൻ പറ്റില്ല. മരിക്കാൻ കിടക്കുന്ന ഒരാളും വേറൊരാളെ കുറ്റം പറയാൻ പറ്റില്ല, വേറൊരാളെ പരിഹസിക്കാൻ പാടില്ല, ഇളവില്ല. ഖുർആൻ എടുത്തു നോക്കിയ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് നിയമങ്ങളാണ്, ഒന്ന് മൂല്യങ്ങളാണ്, വാല്യൂസ്. ഇത് രണ്ടും വേണം. നിസ്കരിക്കുക, നോമ്പൊലിക്കുകയോ ഒക്കെ ചെയ്യുന്ന പണ്ടൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായാലും പ്രധാനപ്പെട്ട ചർച്ച എന്താണെന്ന് അറിയുമല്ലോ. ഇപ്പോൾ നിങ്ങളൊന്നും ചിലപ്പോൾ അധികം കേൾക്കുന്നുണ്ടാവില്ല. നമ്മുടെ നിസ്കരിക്കുമ്പോൾ കൈ എവിടെ കെട്ടേണ്ടതെന്നതിനെ കുറിച്ചൊക്കെ ചർച്ചയുണ്ട്. വലിയ വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ട്. കൈ ഇവിടെ ആണോ കെട്ടേണ്ടത് അല്ല ഇവിടെയാണോ കെട്ടേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ചർച്ചയുണ്ട്. കൈ കെട്ടുന്നതിനെ കുറിച്ച് ആകെ 3-4 ഹദീസില്ല. മരം വെക്കുന്നതിനെ കുറിച്ച് 40 ഹദീസ്. മരം വെച്ച് പിടിപ്പിക്കുന്നതിനെ കുറിച്ച് 40 ഹദീസ്. ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ഒരാൾ സ്വർഗത്തിലുണ്ട് എന്നാണ് റസൂൽ എന്ന് പറഞ്ഞത്. പൂച്ചയെ കെട്ടിയിട്ടതിന്റെ പേരിൽ, അയാൾ വെള്ളം കൊടുക്കാത്തതിന്റെ പേരിൽ ഒരാൾ നരകത്തിലുണ്ട്. നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ഒരാൾ സ്വർഗത്തിൽ, പൂച്ചയെ കെട്ടിയിട്ട് ഉപദ്രവിച്ചതിന്റെ പേരിൽ ഒരാൾ നരകത്തിലും. എന്താണ് ദീൻ എന്ന് പറഞ്ഞാൽ, എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ, എന്താണ് മതം എന്ന് പറഞ്ഞാൽ, ഒരാൾ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ മാത്രമല്ല അത്. ഒരാൾ അയാളുടെ ഉള്ളിൽ ഇങ്ങനെ പുലർത്തുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയാണ്. ഒരാളെ കുറിച്ച് വെറുതെ വേണ്ടാത്ത ചിന്തിക്കാൻ പോലും പാടില്ല എന്നാണ് പറഞ്ഞു റസൂൽ എന്ന് പറഞ്ഞത്. വേറൊരാളെ കുറിച്ച് ഒന്ന് ചെറുതായി കാണാൻ പോലും പാടില്ല. നമ്മൾ അങ്ങനെ ചെയ്യില്ലേ? പറയല്ല, ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഓനല്ലേ, അങ്ങനെ പറയില്ല. ഓനല്ലേ എന്ന് നമ്മളിങ്ങനെ ചെറുതാക്കി കാണൂലേ, ഓളല്ലേ എന്ന് ചെറുതാക്കി കാണൂലേ, അത് മതി തിന്മയായി. വാല്യൂസ് എന്താ? വാല്യൂസ് പറയുന്നത് ഒരാളുടെ ഉള്ളിൽ അയാൾ പുലർത്തുന്ന കുറച്ച് മൂല്യങ്ങളാണ്. മൂല്യങ്ങൾ, ആ മൂല്യങ്ങളില്ലാതെ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. സത്യമില്ലാത്തൊരു മനുഷ്യന്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല. ഉള്ളിൽ സത്യമില്ലാത്തൊരു മനുഷ്യന്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല. ഉള്ളിൽ സത്യമില്ലാത്തൊരു മനുഷ്യന്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല. സത്യം എന്നുള്ളത് പടച്ചോന്റെ പേരാണ്, പടച്ചോന്റെ ഗുണമല്ല. കാരുണ്യം എന്നുള്ളത് പടച്ചോന്റെ ഗുണമാണ്. റഹീം എന്നാണ് പറഞ്ഞത്. സത്യത്തെ കുറിച്ച് സത്യമുള്ളവൻ എന്നല്ല പറഞ്ഞ, ഹക്ക് എന്നാ പറഞ്ഞ, സത്യം എന്ന്. അപ്പൊ അതിനെത്ര പ്രാധാന്യം ആലോചിച്ചു പറഞ്ഞ നിങ്ങൾ കിട്ടിയില്ലേ? കാരുണ്യമുള്ളവൻ എന്ന് പറഞ്ഞു, സ്നേഹമുള്ളവൻ, ദയയുള്ളവൻ, അങ്ങനെ പറഞ്ഞു. വിളിച്ചാ വിളി കേൾക്കുന്നവൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. സത്യമുള്ളവൻ എന്നല്ല, സത്യം എന്നാ പറഞ്ഞു. ഹക്ക്, അദ്ൽ, നൂർ, ഇങ്ങനെ പറഞ്ഞു. ചില കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു. അപ്പൊ അതിനെത്ര പ്രാധാന്യമുണ്ട്? സത്യമാണ് പഠിച്ചൊന്നല്ല, അത്രയും പ്രാധാന്യമുണ്ട്. ഉള്ളിൽ സത്യമില്ലാത്തൊരു മനുഷ്യന്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല. സത്യമില്ലാത്തൊരു മനുഷ്യന് സമാധാനം ഉണ്ടാവില്ല. കാരണം അസത്യവും സമാധാനവും ഒപ്പം ജീവിക്കൂല. എവിടെയാണോ അസത്യം വരുന്നത്, എവിടെയാണോ കള്ളം വരുന്നത്, അവിടെ സമാധാനം ഇറങ്ങിപ്പോകും. അവിടെ മുമ്പിലേക്ക് നിൽക്കാൻ കഴിയില്ല. അപ്പൊ ഉള്ളിൽ സത്യം ഉണ്ടാവുക എന്നുള്ളതാണ് സ്പിരിച്വാലിറ്റി. താങ്ക് യു ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. നിങ്ങളെ ചോദിച്ചതിന് നന്ദി. ഏറ്റവും സമാധാനം നശിപ്പിക്കുന്ന ഒന്നാണ് ലിബറലിസം.
അതിനെക്കുറിച്ച് എന്താണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്? ലിബറലിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞില്ലേ, ഇതൊന്നും ഇല്ലാത്തൊരാളുടെ അവസ്ഥയാണ്. അയാൾക്കൊന്നിനും ഒരു നിയന്ത്രണമില്ലെങ്കിൽ, എവിടെയും ഒരു അതിരില്ലെങ്കിൽ അതിൻ്റെ പേരാണത്. അപ്പം എന്തെങ്കിലും ഉണ്ടാവുക, ഇതിന് നേരെ വിപരീതം ഉണ്ടാവുക. ഓട്ടെ, അയാൾക്ക് വല്ല സമാധാനം ഉണ്ടാവുക, അയാൾക്ക് വല്ല സമാധാനം ഉണ്ടാവുക, അയാൾക്ക് സമാധാനം ഉണ്ടാവില്ല. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഉള്ളിൽ സത്യമില്ലാത്തൊരു മനുഷ്യന് സമാധാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള വാല്യൂസ് ഒന്നും പുലർത്താത്ത, ഒന്നിനും ഒരു നിയന്ത്രണവുമില്ലാത്ത, ഒരു വളയവുമില്ലാത്ത, എങ്ങനെയും ചാടാവുന്ന, എങ്ങനെയും ജീവിക്കാവുന്ന, അങ്ങനെ പറയുന്ന ഒരാൾക്ക് വല്ല സമാധാനവും ഉണ്ടാവുക. അയാൾ അവസാനം എത്തിച്ചേരുന്നത് ഒട്ടും സമാധാനമില്ലാത്ത അവസ്ഥകളിലായിരിക്കും. കാരണം അതായിരിക്കും അയാളുടെ ആയുസ് കൊണ്ട് അയാൾ നേടിയിട്ടുണ്ടാവുക. നമ്മുടെ കുട്ടികളോടൊക്കെ നമ്മൾ പറയേണ്ടത് ഇതിൻ്റെ ഒരു രസമാണ്. നിസ്കരിക്കണം എന്നല്ല, നിസ്കാരത്തിൻ്റെ ഒരു രസം പറഞ്ഞു കൊടുത്തുള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, സൂഫികൾ നിസ്കരിക്കുന്നതിനെ കുറിച്ച് പറയാം, പഠിച്ചവന് ഉമ്മ കൊടുക്കുക എന്നാണ്. 5 വയസ്സായ കുട്ടിയോട് അങ്ങനെ പറഞ്ഞു നോക്കൂ. പഠിച്ചവന് ഉമ്മ കൊടുക്കുന്നത് പോലെയാണ് നിസ്കാരം എന്ന് പറഞ്ഞു നോക്കൂ. ആ കുട്ടി അതിന് എത്ര രസത്തോടു കൂടിയായിരിക്കും പിന്നെ നിസ്കരിക്കുക. പഠിച്ചവനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് പഠിച്ചവനിങ്ങനെ പേടിപ്പിച്ചുകൊണ്ടല്ല. പഠിച്ചവനെ കുറിച്ച് പഠിച്ചവൻ പോലും അങ്ങനെ പറഞ്ഞില്ല. ജാഗ്രതയെ കുറിച്ച് പറഞ്ഞില്ല. പഠിച്ചവന് നമ്മൾ എത്ര വിട്ടുപോയാലും പഠിച്ചവൻ അവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ തിരിച്ചു വരാൻ വേണ്ടി കാത്തിരിക്കുക അല്ലേ? എൻ്റെ അടുത്തേക്ക് ഒരാൾ നടന്നു വന്നാൽ ഞാൻ ഓടി വരുന്ന പറഞ്ഞു. എൻ്റെ അടുത്ത് നിന്ന് ഒരാൾ നടന്നു പോയാൽ ഞാൻ ഓടിപ്പോകുമെന്ന് പറഞ്ഞില്ല. എന്താ അങ്ങനെ പറയാത്തത്? എൻ്റെ അടുത്തേക്ക് ഒരാൾ ഒരു ചാണെടുത്താൽ ഞാനൊരു മുഴം എടുക്കുമെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് നിന്ന് ഒരാൾ ചാൺ അകന്നു പോയാൽ ഞാനൊരു മുഴം അകന്നു പോകുമെന്ന് പറഞ്ഞില്ല. ഇതാണ് പഠിച്ചത്. ഞാനൊരു തെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, ഞാനത് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കൊരു നന്മ ചെയ്ത കൂലിയാണ്. കേട്ടില്ല? ഞാനൊരു തെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, എനിക്ക് എല്ലാ സാഹചര്യമുണ്ട്, പക്ഷെ ഞാൻ ചെയ്തില്ല, വേണ്ടെന്ന് വെച്ചു. അപ്പം ഞാനൊരു നന്മ ചെയ്തതിൻ്റെ കൂലിയുണ്ട്. എന്നാൽ ഞാനൊരു തെറ്റ് ചെയ്യണം നമ്മളിപ്പോൾ എന്താ പറഞ്ഞാൽ, ഒരാൾ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, അതല്ലേ പറഞ്ഞാൽ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, അത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ഒന്നുകൂടെ തിരുത്തി പറയാണ്. നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, അത് ചെയ്യാൻ പറ്റിയില്ല. അത് ചെയ്തിട്ടില്ലെങ്കിലും അങ്ങനെ ആഗ്രഹിച്ചല്ലോ എന്നുള്ളതുകൊണ്ട് അയാൾക്ക് കൂലി കിട്ടും. മനസ്സിലായോ? എന്നാൽ ഒരാൾ തെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, അത് ചെയ്തില്ല. തെറ്റ് ആഗ്രഹിച്ചതിന് കുറ്റമില്ല, തെറ്റ് ചെയ്യാത്തതിന് കൂലിയാണ്. ശരിക്കും നേരെ തിരിച്ചല്ല വേണ്ടത്. നന്മ ചെയ്യാമെന്ന് ആഗ്രഹിച്ചു, ചെയ്തില്ല, നന്മ ചെയ്ത കൂലിയാണ്. തെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, ചെയ്തില്ല, തെറ്റ് ചെയ്ത കൂലി കിട്ടണ്ടേ? ഇല്ല, അതിന് നന്മ ചെയ്ത കൂലിയാണ്. എന്തൊരു നീതിബോധമാണ്. ആ പഠിച്ചവനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് അങ്ങനെയാണ്. പൂവിനെ കുറിച്ചും പൂമ്പാറ്റയെ കുറിച്ച് പറഞ്ഞു കൊടുക്കണ പോലെയാണ് പഠിച്ചവനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. ഇന്ന് പഠിച്ചവനെ കുറിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന മനുഷ്യന്മാരെ കിട്ടാനില്ല, പ്രഭാഷണങ്ങൾ കേൾക്കാനില്ല. പഠിച്ചവനെ കുറിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞൂടെ, പഠിച്ചവനെ കുറിച്ച് സന്തോഷത്തോടെ പറഞ്ഞൂടെ? അത്രയേറെ കാരുണ്യത്തിന്റെ നിറകുണമല്ലേ? നമ്മൾ അകന്നു പോയാൽ അകന്നു പോകാത്ത ആളാണ്. എന്താ, ഇവിടുന്ന് ഞാൻ അകന്നു പോയാൽ ഇതിവിടെ തന്നെ നിൽക്കുന്നു, ഞാൻ തിരിച്ചു വരുന്നത് പോലെ. പഠിച്ചവനിൽ നിന്ന് ഒരാൾ അകന്നു പോയാൽ പഠിച്ചവനും അകന്നു പോകുന്നില്ല, പഠിച്ചവനും അവിടെ തന്നെ തിരിച്ചു വരുന്നത് കാത്തിരിക്കും. അടിപൊളിയല്ലേ അല്ലേ? ഇതൊരു സ്നേഹമാണ് പഠിച്ചത്. അപ്പം നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ ആ ഒരു രസമാണ് കൊടുക്കേണ്ടത്, അതിൻ്റെ ഒരു എൻജോയ്മെൻ്റാണ് കൊടുക്കേണ്ടത്. സ്കരിക്കാൻ നമുക്ക് അതിങ്ങനെ പറയല്ല, അതിൻ്റെ രസം അറിഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ സത്യം ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു കുട്ടി അനുഭവിക്കുന്ന ഒരു സമാധാനം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുക വേണ്ടത്. അങ്ങനെ സ്റ്റോറി പറയാം. ഒരാൾ ദാഹിച്ച് വലഞ്ഞ് മരുഭൂമിയിലൂടെയൊക്കെയാണ് നടന്നു പോകാം. അപ്പോൾ അയാളുടെ ഏറ്റവും വലിയ ആവശ്യം എന്താ? വെള്ളം കുടിക്കണം. എത്ര നോക്കിയിട്ട് വെള്ളം കാണാനില്ല. അവസാനം ഒരു ചെറിയ ടെൻറ്റ്, ആ ടെൻറ്റിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെ ഒരു ബോട്ടിൽ വെള്ളമുണ്ട്. അപ്പം അയാളത് ചെറിയ ബോട്ടില്ല, അയാളത് എടുത്ത് കുടിക്കാൻ നോക്കുമ്പോഴാണ് ആ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ആ ബോട്ടിലിൻ്റെ താഴെ ഒരു പേപ്പറുണ്ട്. ആ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ കിടക്കുന്ന ഒരു ഓസ് പോലെ ഒരു സാധനം കിടക്കുന്നുണ്ട്. ഓസ് എന്ന് പറയില്ല, നമ്മൾ പൈപ്പ്. അപ്പം ഈ എഴുത്തിൽ എന്താ എഴുതി വെച്ചിരിക്കണമെന്ന് അറിയാമോ?
ഈ ബോട്ടിലുള്ള ആകെയുള്ള വെള്ളമില്ലേ, അത് ആ പൈപ്പിൽ ഒഴിച്ചാൽ പൈപ്പിലൂടെ ധാരാളം വെള്ളം കിട്ടും. ഇതാകെ ഒരു ബോട്ടിൽ വെള്ളമില്ലേ, അതൊഴിച്ചാൽ എത്ര വേണമെങ്കിലും വെള്ളം കിട്ടും. എന്ത് ചെയ്യും? ഈ എഴുത്തിനെ വിശ്വസിക്കണോ അതല്ല കിട്ടിയ വെള്ളം കുടിക്കണോ? എഴുത്തിനെ വിശ്വസിക്കണോ കിട്ടിയ വെള്ളം കുടിക്കണോ? അയാൾ എഴുത്തിനെ വിശ്വസിച്ചു. അയാൾ ആ വെള്ളം പൈപ്പിൽ ഒഴിച്ചു. പറഞ്ഞതുപോലെ തന്നെ കുളിക്കാനും കുടിക്കാനും ഉള്ളത്ര വെള്ളം കിട്ടി. അയാൾ ആ പിന്നെ ബോട്ടിലിൽ വീണ്ടും വെള്ളം നിറക്കണമെന്നും അതിൽ എഴുതി വെച്ചിരുന്നു. അങ്ങനെ ബോട്ടിലിൽ വെള്ളം നിറച്ച് അയാൾ ആ ടെൻറ്റിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ആ പേപ്പറിൻ്റെ താഴെ ഒരു വാക്ക് കൂടി എഴുതി വെച്ചു. എന്താണെന്നറിയോ? ഈ പറഞ്ഞത് സത്യമാണ്, ഞാൻ സാക്ഷിയാണ്. പഠിച്ചൊരു പുസ്തകം തന്നിട്ടുണ്ട്. ആ പുസ്തകം ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് നമ്മളെ കുട്ടികളോട് പറയണം, ഈ പറഞ്ഞതൊക്കെ സത്യമാണ്, ഞാൻ സാക്ഷിയാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഖത്തറിൽ. അവൻ്റെ ചെറിയ മോള് 3 വയസ്സുള്ള മോള് ഒരു അപകടത്തിൽ മരിച്ചു. കർട്ടന് ഒരു ലിഫ്റ്റ് ചെയ്യുന്നൊരു നൂലില്ല, ഒരു മുത്തുമാലയൊക്കെ പോലെ അതിൽ പിടിച്ച് കളിക്കുന്നതിനിടയിൽ വീണ് അത് കഴുത്തിൽ കുടുങ്ങി മരിച്ചു. നമ്മുടെ സുഹൃത്തിൻ്റെ കുട്ടിയാണ്. സുഹൃത്ത് ചങ്ങായിമാരൊക്കെ ഇവിടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കുട്ടി മരിച്ചു. അപ്പം പിന്നെ വീട്ടിലേക്ക് വരിക. അവൻ്റെ വൈഫിനോട് ഇത് പറയാം. എങ്ങനെ പറയാം? അവൻ ചെന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? നമ്മളെ കുട്ടി പോയി, നീ എത്ര വേണമെങ്കിലും കരഞ്ഞോ, പക്ഷെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഇത്രയും കാലം പഠിച്ചോനെ കുറിച്ച് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അനുഭവിക്കാനുള്ള സമയമാണ് ഇപ്പോൾ. പഠിച്ചോന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളുണ്ട്. പഠിച്ചോണ്ട് എന്നും അവനൊരു വലിയ കാരുണ്യമുണ്ട് എന്നും എല്ലാം തിരിച്ചു തരുന്നൊരു പരലോകമുണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അത് പഠിച്ച കാര്യങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു സമയമുണ്ട്. നേരത്തെ ആ പേപ്പറിൻ്റെ താഴെ ഒരാൾ എഴുതി വെച്ചതുപോലെ നമ്മളെ കുട്ടികളുടെ ഉള്ളിലേക്ക് കൊടുക്കേണ്ടത് നമ്മളിതിന് സാക്ഷികളാണ്. സത്യം പറയുക, സത്യത്തോടെ ജീവിക്കുക എന്നൊക്കെ പറയുന്നത് ഞാൻ അങ്ങനെ ജീവിച്ചിട്ടുണ്ട്, എനിക്കതിന് സമാധാനം കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മളെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാതെ മോനെ അത് ഖുർആനിൽ പറഞ്ഞതുകൊണ്ട് നീ സത്യം പറയണമെന്നല്ല, സത്യം പറഞ്ഞ് ജീവിച്ച അടിപൊളിയായി എന്ന് പറഞ്ഞു കൊടുക്കില്ല. നമ്മളെ കുട്ടികളെ എപ്പോഴാണ് കള്ളം പറയുക? നമ്മൾ പേടിച്ചിട്ടാണ് പറയുക. സത്യം പറഞ്ഞാൽ പ്രശ്നമാണെങ്കിൽ കള്ളം പറയും. സത്യം പറഞ്ഞാൽ പ്രശ്നമില്ലാത്ത സ്ഥലത്ത് കള്ളം പറയുകയുള്ളൂ. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഉമ്മാക്കത് മനസ്സിലാവും, എൻ്റെ ഉപ്പാക്കത് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നിടത്ത് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി സത്യം ഇങ്ങനെ പറയാൻ കാരണം അങ്ങനെ ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഓരോ വാല്യൂസും അങ്ങനെ. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് അദ്ദേഹം ആ ചോദിച്ച ചോദ്യത്തിൻ്റെ അവസ്ഥ. അതെന്താവും നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ തലമുറയ്ക്ക് നിരന്തരം മോട്ടിവേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്? രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ മുതൽ അയാളെ ജീവിക്കാൻ പ്രേരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ നാം മോട്ടിവേറ്റ് ചെയ്യപ്പെടേണ്ടതിൻ്റെ ഒരു സന്ദർഭമല്ല. ഇതിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ സംഭവമില്ല. ഇതൊക്കെ ഇതിനോട് നമുക്ക് തീരെ യോജിപ്പില്ല. നമ്മളെക്കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട്. കാരണം നമുക്കതിന് വിശ്വാസമില്ല. മോട്ടിവേഷൻ ഒരാളുടെ പുറത്തുനിന്ന് അകത്തേക്ക് വരുന്നതല്ല, അകത്തുനിന്ന് പുറത്തേക്ക് പോകുന്നതാണ്. പുറത്തുനിന്ന് അകത്തേക്ക് കിട്ടുന്നതല്ല. ഞാൻ ജീവിച്ചത് എൻ്റെ ജീവിതമാണ്, എൻ്റെ ഉത്തരങ്ങൾ എൻ്റെ ഉത്തരങ്ങളാണ്. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഉത്തരങ്ങളായി മാറുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരങ്ങളല്ലേ വേണ്ടത്. ഞാൻ ജീവിച്ചത് എൻ്റെ ജീവിതമാണ്, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ജീവിതമല്ലേ. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് കണ്ടുപിടിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തിന് എങ്ങനെയാണ് പ്രാക്ടിക്കലാവുക? കുറച്ചൊക്കെ ആയി എന്ന് അത്രയേ ഉള്ളൂ. അതല്ല മോട്ടിവേഷണൽ എന്താണ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഒരു കാര്യമൊന്നും ഇല്ല എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അങ്ങനെയൊന്നും ഇല്ല എന്നാണ്. പിന്നെ അനുഭവങ്ങളാണ്. ഞാൻ ഉദാഹരണം പറയാം. നമ്മുടെ ഒരു സുഹൃത്ത് ഉണ്ട്, മലപ്പുറം ജില്ലയിലെ എടവണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അദ്ദേഹത്തിൻ്റെ അവരുടെ മോന് കഴിഞ്ഞ 2 വർഷം മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ലോകകപ്പിൻ്റെ ഫൈനൽ മത്സരമൊക്കെ കണ്ട്
അവനെ ഇഷ്ടപ്പെടുന്ന ടീം ജയിച്ചതിൻ്റെ സന്തോഷത്തിൽ തൊട്ടപ്പുറത്തൊരു കുളമുണ്ട്. ആ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലൊരു പൂളുണ്ട്. ആ പൂളിൽ കുളിക്കാൻ പോയത്. അവിടെ ആ കുട്ടി മുങ്ങി മരിച്ചു. ആ വാർത്തയാണ് ആ വാപ്പയും മുമ്പേ അറിയുന്നത്. ഞാനിങ്ങനെ കണ്ണുകൊണ്ട് കണ്ടതാണ് അവരെങ്ങനെയാണ് അതിനെ അതിജീവിച്ചത്. അവരാ ഒരു മോൻ്റെ നഷ്ടത്തെ എങ്ങനെയാണ് അതിജീവിച്ചത് എന്ന് നമ്മൾ ശരിക്കും കണ്ടതാണ്. അവർ രണ്ടാളും കൂടി മോനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം മോനെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഓർമ്മകളും ഒക്കെ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം അവർക്കൊരു വലിയ ഹീലിംഗ് ആയി മാറി, ഒരു ആശ്വാസമായി മാറി. ആ പുസ്തകം അത്രയേറെ ആളുകൾ വായിക്കുകയും അവൻ്റെ ഓർമ്മ അവർ നിലനിർത്തുകയും ഒക്കെ ചെയ്തു. ഞാൻ ആലോചിക്കുന്നു, കുട്ടി മരിച്ച ഒരാൾ ഇവരുടെ അടുത്ത് ചെന്ന് പറയും, അവരുടെ വിഷമം പറയുമ്പോൾ അവർക്ക് ഈ വാപ്പക്കും ഉമ്മക്കും കൊടുക്കാൻ പറ്റിയൊരു കാര്യമുണ്ട്, ഇല്ലേ? പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കാര്യമുണ്ട്. അതാണ് ശരിയായ മോട്ടിവേഷൻ. അല്ല മൈക്ക് പിടിച്ചിട്ട് ഒരാൾ ചെയ്യുന്ന പരിപാടിയല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുഭവത്തിൽ നമ്മൾ അതിജീവിച്ചൊരു കാര്യം ഇപ്പം അതേപോലെ അനുഭവമുള്ള ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന, നമ്മൾ എങ്ങനെയാണ് അതിലൂടെ കടന്നുപോയത് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അതൊരു അടിപൊളി മോട്ടിവേഷൻ. എൻ്റെ ഉമ്മയും വാപ്പയും മരിച്ചതാണ്. എനിക്ക് അധികം പ്രായമില്ലാത്ത സമയത്ത് രണ്ടാളും മരിച്ച്, എൻ്റെ ഇക്കാക്കയും മരിച്ചതാണ്. ആ നഷ്ടങ്ങൾ ഇപ്പോഴുള്ളൊരു മനുഷ്യനോട് എനിക്ക് സംസാരിക്കാൻ കഴിയും. നമ്മളെങ്ങനെയാണ് അതിനൊക്കെ അതിജീവിച്ചത്, അതിലൂടെ കടന്നുപോയത് എന്ന് പറഞ്ഞെടുക്കാൻ എനിക്ക് എൻ്റെ സ്വന്തം സ്റ്റോറിയിൽ അതൊരു നല്ല മോട്ടിവേഷനാണ്. അല്ല പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചത് പറഞ്ഞു കൊടുക്കൽ ഒരു മോട്ടിവേഷനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പേഴ്സണലി ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. പിന്നെ സേത് ചോദിച്ച പോലെ അതെന്തിനാണ് മനുഷ്യന് പുറത്തുനിന്ന് ഒരാളുടെ സഹായം ആവശ്യമുള്ളത് എന്ന് ചോദിച്ചാൽ അതെന്താ പലപ്പോഴും ഉണ്ടാവുക മനുഷ്യന്. ഇപ്പം നമ്മളോട് ചില ആളുകൾ പറയാറുണ്ട്, സങ്കടം വരുമ്പോൾ പ്രസംഗം കേൾക്കും എന്ന് പറയും. അങ്ങനെ പറയും, സങ്കടം വരുമ്പോൾ കേൾക്കുന്നു. അപ്പം നമ്മൾ ആലോചിക്കാറുണ്ട്, സന്തോഷം വരുമ്പോൾ ഇവരെന്താ കേൾക്കാത്തത്? സന്തോഷം വരുമ്പോൾ നമ്മളൊന്നും വേണ്ടേ, നമ്മളത് കേൾക്കണ്ടേ? പിന്നെ അതിന് ഉത്തരം കിട്ടി, സന്തോഷം വരുമ്പോൾ ഒരു കാര്യം വേണ്ട, അവർക്ക് ജീവിതമുണ്ട്. സങ്കടം വരുമ്പോൾ അവർക്ക് പുറത്തുനിന്ന് ചില സഹായങ്ങൾ ആവശ്യമുണ്ട്. തളരുമ്പോൾ പുറത്തുനിന്ന് ചില സഹായങ്ങൾ ആവശ്യമുണ്ട്. മൂഡ് ലോ ആകുമ്പോൾ പുറത്തുനിന്ന് ചില സഹായങ്ങൾ ആവശ്യമുണ്ട്. നമുക്ക് നമ്മളെ തന്നെ കെട്ടിപ്പിടിക്കാൻ കഴിയില്ലല്ലോ. അതേപോലെ തന്നെ വേറൊരാളുടെ ആവശ്യമുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, അതിൽപ്പെട്ടതാണ്. നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഒന്ന് പറയാം. ഒരു ചോദ്യം. നമ്മൾ പലരെയും സ്നേഹിക്കണെ കുറിച്ച് പറഞ്ഞു, മാതാപിതാക്കളെ അങ്ങനെ പലരെയും സ്നേഹിക്കണം, മനുഷ്യരെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ആരെയാണ് വെറുക്കേണ്ടത്, അല്ലെങ്കിൽ എന്തിനെ ആരെയാണ് വെറുക്കേണ്ടത് എതിർക്കേണ്ടതെന്ന് കൂടി ഒന്ന് പറഞ്ഞു. നല്ല ചോദ്യമല്ലേ, നമ്മളിതുവരെ കേൾക്കാത്തൊരു ചോദ്യമാണ്. ആദ്യമായിട്ട് കേൾക്കും. വെറുക്കുകയല്ല, ചിലത് നമ്മൾ മാറ്റി നിർത്തേണ്ടി വരും. അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഐഫോണിൻ്റെ ചാർജർ ആൻഡ്രോയിഡിന് ഉപയോഗിക്കാൻ പറ്റുമോ? ആൻഡ്രോയിഡിൻ്റെ ചാർജർ മോശമായതുകൊണ്ടാണോ? ഐഫോൺ കുറച്ചുകൂടെ നല്ലതായതുകൊണ്ടാണോ? അല്ല, പറ്റൂല. അത് പറ്റൂല. അത് കോമ്പാറ്റിബിൾ എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്. അതിന് കോമ്പാറ്റിബിൾ അല്ല. ഒന്ന് നല്ലത് ഒന്ന് മോശമായതുകൊണ്ടല്ല. ഇതേപോലെ നമുക്ക് ചില മനുഷ്യന്മാരുണ്ട്. ചില ആളുകളെ നമുക്ക് പറ്റൂല, അവർക്ക് നമ്മളെയും പറ്റൂല. അവർ മോശമായതുകൊണ്ട് നമ്മൾ നല്ല ആളായതുകൊണ്ടും അല്ല, അവർക്ക് പറ്റുന്ന വേറെ ആളുകളുണ്ടോ, നമുക്ക് പറ്റുന്ന വേറെ ആളുകളുണ്ടോ. ഇതേപോലെ അകറ്റി നിർത്തേണ്ട ചില മനുഷ്യന്മാരുണ്ട്. ഖലീഫ അലി റളിയല്ലാഹു അൻഹു പറയുന്നത്, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കോട്സ് വായിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ടോ? ഗൂഗിളിൽ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഹസ്രത്ത് അലി കോട്സ് എന്ന് പറയും. ഭയങ്കര കവിതയുള്ള വാക്കുകളാണ്. കവിയായിരുന്നല്ലോ, പോയിട്ടായിരുന്നു, നല്ല പ്രഭാഷകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിന്നെ ഇതുണ്ടല്ലോ, അവരുടെ കോട്സ് പുസ്തകത്തിൻ്റെ അടുത്ത് ഒരു പുസ്തകമുണ്ട്, വലിയൊരു പുസ്തകമുണ്ട്. ഇത് നിറയെ ഇത് പറയുന്നൊരു പുസ്തകമാണ്. അതിൻ്റെ അടുത്ത് കോട്സ്. അപ്പം അവർ പറഞ്ഞൊരു വാക്ക് എന്താണെന്നറിയോ? ചില മനുഷ്യർ ഭക്ഷണം പോലെയാണ്, ഒന്നും മതിയാവില്ല. രാവിലെ കഴിച്ചാൽ ഉച്ചയാകുമ്പോഴേക്കും വീണ്ടും വിശക്കും, ഉച്ചക്ക് കഴിച്ചാൽ വീണ്ടും വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും വിശക്കില്ലേ? ഇതേപോലെ ചില മനുഷ്യന്മാരുണ്ട്, നമുക്ക് മതിയാവില്ല. ചില ആളുകൾ രോഗം പോലെയാണ്, നമുക്ക് വേണ്ടേ വേണ്ട.
ചില ആളുകൾ മരുന്ന് പോലെ ചിലപ്പോൾ നമുക്ക് വേണ്ടി എപ്പോഴും വേണോ, എപ്പോഴും വാരി തിന്നുകൊണ്ടിരിക്കില്ലല്ലോ. ചില സമയത്ത് ഇത് അദ്ദേഹം പറഞ്ഞ ആര് ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു ഇതേപോലെ മനുഷ്യരുണ്ട് ഇങ്ങനെയല്ല. അപ്പൊ വെറുക്കുക എന്നുള്ളതല്ല, അകറ്റി നിർത്തേണ്ട കാര്യമാണ്. ഒരു ഇപ്പോൾ തിന്മ ചെയ്തൊരു മനുഷ്യനെ പോലും വെറുക്കാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ. പ്രത്യേകിച്ച് നമ്മളുടെ അവിടെ അടുപ്പുള്ളൊരു മനുഷ്യൻ എന്തായാലും വെറുക്കാൻ പാടില്ല. ഇപ്പൊ നമ്മളെ സ്നേഹിക്കാൻ കുറേ ആൾക്കാരുണ്ടാവും, കാത്തിരിക്കാൻ കുറേ ആൾക്കാരുണ്ടാവും, എനിക്കുണ്ട് നിങ്ങൾക്കൊക്കെ ഉണ്ട്. എന്നാൽ നമ്മൾ ചെയ്തൊരു തെറ്റിന്റെ പേരിൽ എല്ലാവരും നമ്മളെ തള്ളി പറയുന്നതിനെ കുറിച്ച് ആലോചിച്ചു പോകും. നാട്ടുകാർ മുഴുവൻ നമ്മളെ തള്ളി പറയുന്നു, നമുക്ക് ആരുമില്ല. നമ്മളെവിടെയെങ്കിലും ലോഡ്ജിൽ റൂമൊക്കെ എടുത്ത് ഒറ്റയ്ക്ക് ഇരിക്കണെ കുറിച്ച് ആലോചിച്ചു. അന്ന് ഒരാൾ മാത്രം വിളിക്കുന്നു, എവിടെയും പോകരുത്, എൻ്റെ അടുത്തേക്ക് വരണം. നിങ്ങൾ ചെയ്തതൊക്കെ എനിക്കറിയാം, എന്നാലും എനിക്ക് നിങ്ങളെ വേണം. ആ മനുഷ്യനാണ് നമ്മളെ മനുഷ്യൻ. ചില തെറ്റ് ചെയ്ത് വലിയ ക്രൈമൊക്കെ ചെയ്ത ആൾക്കാരുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കൊക്കെ പത്രക്കാർ ചെല്ലുമ്പോൾ അവരെന്താ പറയുക, ഇനി ഞങ്ങൾക്ക് അങ്ങനെ ഒരു മോനില്ല എന്ന്. കേട്ടില്ലേ? ഞങ്ങൾക്ക് ഇനി അങ്ങനെ ഒരു മോനില്ല എന്ന്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു മോനുണ്ടെന്ന് പറയണ്ടേ. അതിനാണ് അച്ഛനും അമ്മയും. അവൻ്റെ അടുത്തൊരു അബദ്ധം വന്നിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അവനെ വേണം, അവൻ തിരിച്ചു വരും എന്ന് പറയാനാണ് അച്ഛനും അമ്മയും. അല്ല നാട്ടുകാരൊക്കെ ചെയ്യുന്നത് ഇവരും ചെയ്യാനാണെങ്കിൽ പിന്നെ ഈ ബന്ധത്തിന് എന്താണ് വില? അപ്പോൾ തെറ്റ് ചെയ്തൊരു മനുഷ്യനെ പോലും നമ്മളെ സ്വന്തം ആളാണോ, അയാളെ കൂടെ നിൽക്കണം, അയാളെ ന്യായീകരിക്കാൻ പോകാന്നുള്ളതല്ല, അയാളെ കൈവിടരുത്, അയാളെ കൈവിടരുത്. വെറുക്കേണ്ട ഒരു സാധനം ഉണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞ അസത്യവും തിന്മയുമാണ്. നമ്മളെ അറിവാണ് വെറുക്കേണ്ടത് അസത്യങ്ങളെ. നമ്മൾ തിന്മകളിൽ നിന്ന് അകന്ന് നിൽക്കുകയും വേണം, അതിനോട് പോരാടുകയും വേണം. അകന്ന് നിന്നാൽ മാത്രം പോരാ, ഞാനത് തെറ്റ് ചെയ്യാതിരുന്നാൽ മാത്രം പോരാ, അത് ഈ ലോകത്ത് നിന്ന് ഇല്ലാതാക്കാനാണ് എന്തെങ്കിലും ഒന്ന് ചെയ്യണം, എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങളും ചെയ്യണം. അപ്പോഴാണ് ഒരു പോരാളിയായി മാറുന്നത്. ഇസ്ലാം സ്വീകരിച്ച ആദ്യകാലത്തെ സഹാബികളെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. അവർ ഇസ്ലാം സ്വീകരിച്ചിട്ട് പള്ളിയുടെ ഉള്ളിൽ ഇരുന്നിട്ട് ഇതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയല്ലോ ചെയ്തത്. അവർ പോരാളികളായി മാറുന്നുണ്ട്. അറിവ് അവരെ പോരാളികളാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുണ്ട്. പോരാളികളാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുണ്ട്. അപ്പം തിന്മയിൽ നിന്ന് അകലുകയും അതിനെ വെറുക്കുകയും അതിനെതിരെ പോരാടുകയും. വെറുക്കേണ്ടത് അസത്യങ്ങളെയും തിന്മകളെയാണ്, ബാക്കി എല്ലാത്തിനെയും വെറുക്കേണ്ട കാര്യമില്ല. അകറ്റി നിർത്തേണ്ട സാധനങ്ങളുണ്ടോ, നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കോമ്പാറ്റബിൾ അല്ലാത്ത ആളെ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് കോമ്പാറ്റബിലിറ്റി ഇല്ലാത്ത ആളുകളെ നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. അത് മാറുന്നാൽ മതി. നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരാൾ പിറകിൽ വന്നിട്ട് ഇങ്ങനെ ഓടിച്ച് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ എന്തിനാണ് അയാളുടെ ഫ്രണ്ടിൽ നിന്നിട്ട് വെറുതെ കച്ചറ ഉണ്ടാക്കണം? ഒന്ന് സൈഡ് കൊടുത്താൽ പോലെ അത് പോയിക്കോളൂ. ഈ സൈഡ് കൊടുക്കാനുണ്ടല്ലോ, ഇത് റോട്ടിൽ മാത്രമല്ല എല്ലായിടത്തും ഉണ്ട്. ഈ സൈഡ് കൊടുത്താൽ മതി. തിരിച്ച് അതേപോലെ വെക്കണം കൂടുതൽ എന്തിനാണ്? സൈഡ് കൊടുത്താൽ മതി. വഴക്കിടാനൊന്നും നിൽക്കണ്ട, ഒരു സൈഡ് കൊടുത്താൽ മതി. നിർത്തല്ലേ? പണ്ട് നമ്മുടെ നമ്മുടെ സന്യാസിമാരൊക്കെ ജീവിച്ചിരുന്നില്ല നമ്മുടെ നാട്ടിൽ. അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു മനുഷ്യൻ വായിലൂടെ ഇങ്ങനെ കഴിക്കുന്നത് മാത്രമല്ല അന്നം ഒരാളിങ്ങനെ വായിലൂടെ കഴിക്കുന്നത് മാത്രമല്ല, അയാൾ കണ്ണിലൂടെ കാണുന്നത് അന്നമാണ്, അയാൾ കാതിലൂടെ കേൾക്കുന്നത് അന്നമാണ്, അയാൾ കൈകൊണ്ട് തൊട്ട് അറിയുന്നത് അന്നമാണ്. അന്നം. ഒരു കുട്ടി നിരന്തരമായി കാണുന്നത് ആ കുട്ടിയുടെ അന്നമായി മാറും. ഒരു കുട്ടി നിരന്തരമായി കേൾക്കുന്നത് ആ കുട്ടിയുടെ അന്നമായി മാറും. ഇംഗ്ലീഷ് ഇവർ പറയും മിറർ ന്യൂറോൺസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ഗൂഗിളൊന്ന് ചെയ്ത് നോക്കുക, മിറർ ന്യൂറോൺസ്. അതെന്താണെന്നറിയോ? ഒരാൾ ഫുട്ബോൾ കളിക്കുന്ന ഒരു കുട്ടിക്ക് ആ കുട്ടി സ്വന്തമായിട്ട് ഗോളടിക്കുമ്പോൾ എത്ര സന്തോഷം ഉണ്ടാവുമോ അത്രയും സന്തോഷം മെസ്സി ഗോളടിക്കുന്നത് കാണുമ്പോഴുണ്ടാവും. നെയ്മർ ഗോളടിക്കുന്നത് കാണുമ്പോഴും ആ കുട്ടിക്ക് ഉണ്ടാവും. ഇതാണ് മിറർ ന്യൂറോൺസ്. സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം വേറൊരാൾ ചെയ്യുന്നത് കാണുമ്പോഴും ഉണ്ടാവും. അതാണ് മിറർ ന്യൂറോൺസ്. അപ്പം നമ്മുടെ വീട്ടിൽ എത്ര ശ്രദ്ധിക്കണം?
അപ്പം നമ്മുടെ വീട്ടിൽ എത്ര ശ്രദ്ധിക്കണം. ഒരു അതിഥി വന്ന് പിന്നെ ബെല്ലടിക്കുന്നു, നമ്മൾ എന്തെങ്കിലും വാക്ക് പറയുക, ആ വാക്ക് ഈ കുട്ടികൾ മിറർ ന്യൂറോൺസ് ആയി മാറും. നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് ദേശത്തിലൊക്കെ പറയുന്ന കാര്യങ്ങൾ ഈ കുട്ടിയുടെ ഉള്ളിൽ മിറർ ന്യൂറോൺസ് ആയി മാറും. പ്രത്യേകിച്ച് അതിഥി വന്ന് ബെല്ലടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് അല്ലേ. മിക്കവാറും നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല, വാതിൽ തുറന്നതിന് ശേഷം ചിലപ്പോൾ ഇഷ്ടപ്പെടും. നമുക്ക് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ഇഷ്ടപ്പെടും. ഇപ്പൊ ഇസ്ലാമിൽ ഹബീബായ റസൂൽ പറഞ്ഞ എന്താ പറയുന്നത്, അതിഥിയെ ആദരിക്കണം, സ്നേഹിക്കണം എന്നല്ല, അയാളെ ബഹുമാനിക്കണം എന്നാണ്. ആരാണ് അതിഥി? അവിടെ പറയുന്നത് കേട്ടോ, നമ്മൾ സാധാരണ പറയില്ലേ, ഒന്ന് വിളിച്ചിട്ട് വന്നുകൊണ്ടിരുന്നോ. വിളിച്ചിട്ട് വരുന്ന ആളാണ് ആര്? നമുക്ക് വിളിച്ചിട്ട് വരുന്ന ആളാണ് ആര്? അതിഥി അല്ല. വിളിച്ചിട്ട് വരുന്ന ആള് തിഥി മാത്രമാണ്, വിളിക്കാതെ വരുന്ന ആളാണ് അതിഥി. റസൂൽ എന്താ പറഞ്ഞ? അതിഥിയെ ആദരിക്കണം. കാരണം അയാൾക്ക് ആദരവ് കിട്ടാൻ സാധ്യത കുറവാണ്. പെട്ടെന്ന് കയറി വന്ന ഒരാൾ, പറയാതെ മുന്നറിയിപ്പില്ലാതെ കയറി വന്ന ഒരാൾ, അയാൾക്ക് ആദരവ് കുറവാണ്. റസൂൽ എന്താ പറഞ്ഞത്? അതിഥിയെ ആദരിക്കണം. അതിഥി ഇംഗ്ലീഷാണ് കേട്ടോ, സോറി സംസ്കൃതമാണ് കേട്ടോ. ഒരു പക്ഷേ അതിനെ ഒന്നുകൂടെ ഡീപ്പായിട്ട് ആലോചിച്ച് നോക്കും. തിഥി മാത്രമാണ് പറഞ്ഞിട്ട് വരുന്ന ആള് തിഥി, പറയാതെ വരുന്ന ആള് ആ തിഥി. തിഥി അല്ലാത്ത ആളാണ് ആര്? അതിഥി. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു അതിഥി വന്ന് ബെല്ലടിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു വാക്ക് നമ്മുടെ ആ 3 വയസ്സോ 4 വയസ്സോ 10 വയസ്സോ ഉള്ള ആൾക്ക് എന്തായി? മിറർ ന്യൂറോൺസ് അവിടെ കിടക്കും. മെസ്സി ഗോളടിക്കുമ്പോൾ ഉണ്ടായ സന്തോഷം പോലെ തന്നെയാണ് ഉമ്മത് പറഞ്ഞപ്പോൾ ഉണ്ടാവുന്ന അയാളുടെ ഫീലിങ്സും. അതാണ് മിറർ ന്യൂറോൺസ്. മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ പറയുന്ന വാക്കുകൾ ഒക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾ കാണുന്നുണ്ട് എന്നുള്ളതും കുട്ടികൾ കേൾക്കുന്നുണ്ട് എന്നുള്ളതും CCTV കാണുന്നുണ്ട് എന്ന് പറയുന്ന പോലെ ഭീകരമാണ്. കുട്ടികൾ കാണുന്നുണ്ട്, ഇങ്ങനെ പതിയാ ചെയ്യും. അപ്പോൾ പഠിച്ചോണ്ട് നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ ഈ ലെമൺ സ്പൂൺ എന്ന് പറഞ്ഞൊരു ഗെയിമില്ല, കുട്ടികൾക്ക് സ്പൂൺ ഇങ്ങനെ കടിച്ചു പിടിക്കും, അതിലെന്ത് വേണം? ലെമൺ വേണം, അല്ലെങ്കിൽ സോറി എന്താ പറയുക, നാരങ്ങ വേണം. എന്നിട്ടൊരു ദൂരം അവിടെ വരെ ഓടണം. അവിടെ വരെ ഓടിയാൽ പോരാ, ഓടി എത്തിയാൽ പോരാ, ചുണ്ടിൽ പിന്നെ ഈ സ്പൂൺ ഉണ്ടായാൽ പോരാ. സ്പൂണിൽ എന്ത് വേണം? സ്പൂണിൽ നാരങ്ങ വേണം. ഓടിയാൽ പോരാ, എത്തിയാലും പോരാ. സ്പൂൺ ഉണ്ടായിട്ടും കാര്യമില്ല, നാരങ്ങ വേണം. ഓടിയാൽ പോരാ, എന്തൊക്കെ കിട്ടിയിട്ടും കാര്യമില്ല, എത്രമാത്രം പൈസ അനുഗ്രഹങ്ങളും കിട്ടിയിട്ടും കാര്യമില്ല. എത്തുന്നിടത്ത് വരെ ഇതൊക്കെ കൂടെ ഉണ്ടാവുന്നുള്ളത്, അതെപ്പോഴും കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ്. ഒന്നും നഷ്ടപ്പെടുത്താതെ, ഒന്നും ഗുഹയിൽ മറന്നു വെക്കാതെ, ഒന്നിനെയും പരിഗണിക്കാതെ പോകാതെ, ഒക്കെയും പരിഗണിക്കേണ്ടതുപോലെ പരിഗണിച്ചു ഈ ഓട്ടം തുടരാൻ പഠിച്ചവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു സോ മച്ച്. അൽഹംദുലില്ലാ, നമ്മളൊക്കെ ഇത്രയും കാലം സോഷ്യൽ മീഡിയയിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന, അപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, ഇത്രയും കാലമായിട്ട് ഞാൻ ഇത്രയും ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു സദസ്സിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. ഞങ്ങളുടെ നാട്ടിൽ നിങ്ങളെ ഒരുപാട് ആദരിക്കുന്ന ബഹുമാനിക്കുന്ന സഹോദരി സഹോദരന്മാർ ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ഈ അറിയിപ്പ് കിട്ടിയ അന്ന് മുതൽ ഞങ്ങളുടെ നാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഈ നേരിട്ടുള്ള പ്രസംഗം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ വലിയ സന്തോഷമുണ്ട്. ചെമ്പഴ മസ്ജിദുൽ ഹിദായ മഹല്ല് നേതൃത്വത്തിൽ നമ്മുടെ നാട്ടിലെ സഹോദരി സഹോദരന്മാർക്ക് ഇങ്ങനൊരു വേദി ഒരുക്കിയതിന് ഈ നാടിൻ്റെ പേരിൽ, എൻ്റെ പേരിൽ അദ്ദേഹത്തോട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി അറിയിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് ഒരു ഉപഹാര സമർപ്പണം, അതായത് നമുക്കെല്ലാവർക്കും അറിയാം, മഹല്ല് നമ്മുടെ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത് കുഞ്ചാട്ട് ബാബുട്ടി ഹാജി അവറുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ സഹോദര പുത്രൻ ഷെയ്മോൻക, അദ്ദേഹത്തിൻ്റെ മകളും അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകളും, അദ്ദേഹത്തിൻ്റെ മകള് അൽമാസ്, അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകള് മറിയം, രണ്ടുപേരും ബഹുമാനപ്പെട്ട PMA ഗഫൂർ സാഹിബ് അവർക്ക് ഭംഗിയായി കാലിഗ്രാഫി ചെയ്ത്
2 ഉപഹാരങ്ങൾ നൽകാൻ വേണ്ടി തയ്യാറാക്കി വച്ചിട്ടുണ്ട്. അത് നൽകാൻ വേണ്ടിയിട്ട് അൽമാസിനെയും മറിയത്തിനെയും ക്ഷണിക്കുകയാണ്. ഇങ്ങനൊരു പ്രോഗ്രാമിനെ കുറിച്ച് ഫിദർ പറഞ്ഞ സമയത്ത് ഫിദർ എന്നോട് ഒന്നും പറഞ്ഞില്ല, ഒരു സൂചന ഒന്നും തന്നിട്ടില്ല. ഇവിടെ വന്നപ്പോഴാണ് ഈ പള്ളിയെക്കുറിച്ചും വാപ്പയെക്കുറിച്ചും എന്നോട് പറഞ്ഞത്. ഞാൻ ബാബുക്കുട്ടി ഹാജി എന്ന ആ വലിയ മനുഷ്യനെ ഞാൻ മറക്കില്ല. വേറെ ഒന്നും അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് പഠിച്ചവൻ അദ്ദേഹത്തിന് മനസ്സമാധാനമുള്ള ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക്, വല്യപ്പന്മാർ, വല്യമ്മമാർ, അങ്ങനെ നമ്മളിൽ നിന്ന് വേർപെട്ടു പോയിട്ടുള്ളവർക്ക് പഠിച്ചവൻ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതായത് ഹാഫിദത്തും കൂടിയാണ്, ഹിഫ്ദ് പൂർത്തിയാക്കിയ, ഹിഫ്ദ് കഴിഞ്ഞ കുട്ടിയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല അവരുടെ ഹിഫ്ദിൽ ബറക്കത്ത് ചെയ്യട്ടെ. പഠിച്ച ഇൽമനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇദ്ദേഹത്തെ നമ്മുടെ നാട്ടിലേക്ക് ക്ഷണിച്ചത് ബാബുക്കുട്ടി ഹാജിയുടെ മൂത്ത മകൻ ഫിദർക്കായാണ്. ഇങ്ങനൊരു സാന്നിധ്യം, അതായത് നമ്മുടെ മനസ്സുകളെ തൊട്ടുണർത്തിക്കൊണ്ട് ബന്ധങ്ങളുടെ, കുടുംബ ബന്ധത്തിൻ്റെ രസം എന്താണെന്ന് ആസ്വദിപ്പിച്ച, ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന, ഇത്രയും കഴിവുള്ള ഒരു മനുഷ്യൻ നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ച, അതിന് കാരണക്കാരായ ഫിദർക്ക കൂടി, ബാബുക്കുട്ടി ഹാജിയുടെ മൂത്ത മകൻ ഫിദർക്കായ്ക്കും കൂടി നമ്മൾ നന്ദി അറിയിക്കുകയാണ്. ഇനിയും ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതുപോലുള്ള പ്രോഗ്രാമുകൾ നമ്മുടെ മഹലിൻ്റെ നേതൃത്വത്തിൽ നടത്തണം. ഇതിലും ഭംഗിയുള്ള, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നല്ല നല്ല സദസ്സുകൾ ഇനിയും നടത്താൻ നാഥൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റു പല പരിപാടികളും ഇൻഷാ അല്ലാഹ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിലേക്കൊക്കെ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സിനെ കബൂൽ ചെയ്യട്ടെ. ഈ സദസ്സിന് നേതൃത്വം നൽകിയ പി.എം. ഗഫൂർ സാഹിബ് അവർക്കും ഇവിടെ വന്ന ഓരോ സഹോദരന്മാർക്കും, അതിലുപരിയായി ചെമ്പഴ മഹല്ല് നേതൃത്വത്തിനും എൻ്റെ പേരിലും ഈ നാടിൻ്റെ പേരിലും നന്ദി അറിയിച്ചുകൊണ്ട് ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.